നമസ്കാരം. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലുമുണ്ട് സിനിമാ ഇൻഡസ്ട്രി. 2017 സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പ്രതിഷേധമോ നേതാക്കന്മാരുടെ ചാനൽ പ്രതികരണങ്ങളോ ആയിരുന്നില്ല. ബിജെപിയും സംഘപരിവാർ സംഘടനകളും അക്ഷരാർത്ഥത്തിൽ നിരത്തുകളിൽ പ്രതിഷേധ തരംഗം തീർക്കുകയായിരുന്നു ദളപതി വിജയന്റെ മെർസൽ സിനിമയ്ക്കെതിരെ. സിനിമ ബാൻ ആവശ്യം കോടതി വരെ കയറി. അന്ന് വിജയനൊപ്പം കമൽഹാസനും രജനീകാന്തും തൊട്ട് മുഴുവൻ സിനിമ ഇൻഡസ്ട്രിയും ഒറ്റക്കെട്ടായി നിന്നു. റീ എഡിറ്റ് ഉണ്ടായില്ല, റീസെൻസറിംഗ് ഉണ്ടായില്ല. പകരം മീശ പിരിച്ച് വിജയിട്ട പ്രൊഫൈൽ പിക്ചർ തമിഴകം ആഘോഷമാക്കി. ഒരിക്കലും തമിഴ് സിനിമയല്ല മലയാള സിനിമയെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു എമ്പുരാൻ വിവാദത്തിലെ പിൻവാങ്ങലും ഖേദപ്രകടനവും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തൊട്ട് LDFും UDF പ്രവർത്തകരെല്ലാം കൂടെ നിന്നിട്ടും മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയത് എന്തുകൊണ്ടാണ്? മാപ്പ് പറയേണ്ടി വന്നതാണോ? നടത്തിയത് തെറ്റുതിരുത്തലാണോ? അതോ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങലായിരുന്നു? പല ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങളും പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ അതിലും മുകളിൽ എടുത്തു പറയേണ്ടത് ഈ ഖേദത്തിലൊന്നും തീരുന്നില്ല എമ്പുരാൻ ആളിക്കത്തിച്ചത് എന്നുകൂടിയാണ്. സയ്യിദ് മസൂദ് എന്ന പൃഥ്വിരാജ് കഥാപാത്രം, ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിന്റെയും ലഷ്കർ എ തൈബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെയും പേരുകളുടെ സംയോജിത രൂപമാണെന്നും മാപ്പല്ല വേണ്ടത് സിനിമ ബോയ്ക്കോട്ടിംഗ് ആണെന്നും ആവശ്യപ്പെട്ട് RSS മുഖപത്രം ഓർഗനൈസർ വീണ്ടും രംഗത്ത് വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ ഭീകരവാദ ശക്തികൾ സിനിമയ്ക്ക് പിറകിലുണ്ടെന്ന് RSS പ്രതിഷേധിക്കുമ്പോൾ വിവാദം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. ഇതിനിടെ സിനിമയെ പിന്തുണച്ചും സംഘപരിവാറിനെ നഖശിഖാന്തം എതിർത്തും രംഗത്ത് വന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഇത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുന്നു. മോഹൻലാലിന്റെ മാപ്പ് മര്യാദകേടാണോ? സമ്മർദ്ദത്തിൽ മാപ്പ് പറയിപ്പിച്ചതാണോ? അതോ മറ്റൊരു വഴിയുമില്ലാത്ത ബാലൻസിംഗ് ആയിരുന്നോ? എങ്ങോട്ടേക്കാണ് എമ്പുരാൻ വിവാദം? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. CPM പാനലിസ്റ്റ് SFI നേതാവ് PS സഞ്ജീവ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത തെങ്ങുമിള്ളി, ഹിന്ദു ഐക്യവേദി നേതാവ് RB ബാബു, വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വരും ഒപ്പം തിരക്കഥാകൃത്ത് വിനു കിരിയത്തിനെയും പാനലിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ RB ബാബു, മോഹൻലാൽ തന്നെ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു. സിനിമ റീ എഡിറ്റിംഗിലേക്ക് കടക്കുന്നു. പ്രതിഷേധം അവസാനിപ്പിക്കുകയാണോ നിങ്ങൾ? അല്ല, ഈ പ്രതിഷേധം എന്ന് പറഞ്ഞാലേ ഈ സിനിമയെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ സിനിമ നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന ദുസ്വാധീനത്തെ സംബന്ധിച്ചൊക്കെ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ, അദ്ദേഹം തന്നെ പറഞ്ഞത് തന്റെ സിനിമ ഒരു സമയത്തും ഏതെങ്കിലും മതവിഭാഗത്തോടോ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളോട് വിദ്വേഷമോ അല്ലെങ്കിൽ അവരോട് വെറുപ്പോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയും ഞാൻ ഭാഗവാക്കായിട്ട് ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ ഈ എമ്പുരാൻ അത്തരത്തിലുള്ള ഒരു സിനിമയായിട്ട് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ആ കാര്യത്തിൽ വിഷമമുണ്ടായിട്ടുണ്ട്. അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് ആ സിനിമ ഇറക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതൊരു തെറ്റുതിരുത്തലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ചെയ്തു പോയത് അല്ലെങ്കിൽ അതിന്റെ ഭാഗവാക്കായത് അറിഞ്ഞോ അറിയാതെയോ ഏത് നിലയ്ക്കായാലും അതൊരു തെറ്റുതിരുത്തലിന് തയ്യാറാവുന്നു. നിർമ്മാതാവ് തെറ്റുതിരുത്തലിന് തയ്യാറാവുന്നു. അതൊരു ഏകപക്ഷീയ മോഹൻലാൽ മാത്രം എടുത്തൊരു നിലപാടല്ലെന്നാണല്ലോ മനസ്സിലാകുന്നത്. കാരണം ആ മാപ്പപേക്ഷ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള തെറ്റുതിരുത്തൽ പ്രസ്താവന, മാപ്പപേക്ഷ എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു തെറ്റായ വാക്കാണ്. ആ ഒരു പ്രസ്താവന പൃഥ്വിരാജ് ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് പൃഥ്വിരാജിന്റെ കൂടി അഭിപ്രായമാണ്. എമ്പുരാൻ ടീമിന്റെ അഭിപ്രായമായിട്ടാണ് മോഹൻലാൽ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എമ്പുരാൻ ടീം മൊത്തത്തിൽ തങ്ങൾക്ക് പറ്റിയത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പിൻവാങ്ങലാണ്. അതിനെ കീഴടങ്ങലായിട്ട് മാപ്പപേക്ഷയായിട്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ ഇത്തരം പ്രസ്താവനകളൊക്കെ അങ്ങയുടെ ഇൻട്രോ കേൾക്കുമ്പോൾ ഈ കേരളം ഇത് കേരളമാണ്, കേരളം വേറെയാണ് എന്നൊക്കെയുള്ള കുറെ നരേറ്റീവുകൾ നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം ഭാരതത്തിന്റെ ഭാഗം തന്നെയാണ്. ഭാരതത്തിന്റെ എല്ലാ വികാര വിചാരങ്ങളോടും കൂടിയ, എല്ലാ സാംസ്കാരിക പൈതൃകത്തോടും കൂടിയ, എല്ലാ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന നാട് തന്നെയാണ് കേരളമെന്നും കേരളം ഭാരതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലെന്നും
ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. കാരണം അല്ല, ശ്രീ ഈ ആർ വി ബാബു, സിനിമയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും ശ്രീ ആർ വി ബാബു, കലാപകലുഷിതമായിരുന്നില്ല. കേരളത്തിന്റെ നിലപാട് കലാപകലുഷിതമായിരുന്നില്ല, പ്രതിഷേധം അത് അംഗീകരിക്കുന്നു. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇത് എമ്പുരാൻ ടീം എടുത്ത നിലപാടാണ് ഈ തിരുത്തൽ. അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു എന്നാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിന് ശേഷം ഓർഗനൈസറിൽ വരുന്ന ലേഖനം പറയുന്നത് ആദ്യം ചരിത്രം വളച്ചൊടിച്ചു എന്ന് പറയുന്നു, അതിൽ തിരുത്തണമെന്ന് പറയുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഭീകരവാദമാണ്, ഭീകരവാദ ശക്തികളെ വെള്ളപൂശുകയാണ് പൃഥ്വിരാജ്, ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഇവരുടെ പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മനഃപൂർവ്വം ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി എന്ന് പറയുന്നിടത്ത് ഒരു വലിയ ബോംബിടലുണ്ട്. അതൊരു ചെറിയ ആരോപണമല്ല. അങ്ങനെ ഈ പടം ബോയ്ക്കോട്ട് തന്നെ ചെയ്യണം, തിരുത്ത് പറ്റില്ല, ഖേദപ്രകടനമല്ല, റീസെൻസറിംഗ് അല്ല എന്ന് ഉള്ള ഒരു വലിയൊരു നിലപാടിലേക്ക്, ശക്തമായ ഒരു നിലപാടിലേക്ക് RSS കടക്കുന്നുണ്ട്. താങ്കൾ അത് കേൾക്കുമ്പോൾ താങ്കൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? ആ ലേഖനത്തിന്റെ ടൈറ്റിൽ ഒന്ന് പറയാമോ? ലേഖനത്തിന്റെ ടൈറ്റിൽ ഒന്ന് പറയാമോ? ഭാരത വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമാണ് എമ്പുരാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ അൺമാസ്കിംഗ് ദ ആന്റി ഹിന്ദു ആൻഡ് ആന്റി ഭാരത് നാരേറ്റീവ് ഇൻ മലയാളം ഫിലിം എമ്പുരാൻ. അല്ല, എന്ന് വന്ന പ്രസിദ്ധീകരിച്ച ലേഖനമാണത്? എപ്പോ പ്രസിദ്ധീകരിച്ച ലേഖനമാണ്? ഇതൊരല്പം മുൻപ്. അങ്ങനെ ഒരു ലേഖനം ഞാൻ കണ്ടില്ല. അതാണ് ഇത് 3 മണിക്ക് ഇന്ന്, അതായത് മോഹൻലാലിന്റെ ഖേദപ്രകടനം വന്നതിന് ശേഷം ഏറ്റവും റീസെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ അതിന്റെ ബ്രേക്കിംഗ് വാർത്തകളൊക്കെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരല്പം മുൻപ് താങ്കൾ ഒരുപക്ഷെ ഉദ്ദേശിച്ച ലേഖനം കഴിഞ്ഞ ദിവസത്തെയായിരിക്കും. ഇത് ഏറ്റവും പുതിയ ലേഖനമാണ്, ഓർഗനൈസറിന്റെ ഏറ്റവും പുതിയ ലേഖനം. അതിനകത്ത് പറയുന്നത് ഈ തരത്തിലാണ്. രണ്ട് ലേഖനങ്ങൾ ഓർഗനൈസറിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. മിനിഞ്ഞാന്നൊരു ലേഖനം വന്നു, ഇന്നലെ വൈകുന്നേരം ഒരു ലേഖനം വന്നു. ഇന്നലെ വൈകുന്നേരം അത് അഭിജിത്ത് രാധാകൃഷ്ണന്റെ ലേഖനമാണ്. ഞാൻ അതിനുശേഷമുള്ള ലേറ്റസ്റ്റ് ആ ലേഖനം ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഞാനത് ചോദിക്കാൻ കാരണം ആ ലേഖനം എന്താണ് എന്ന് ഞാൻ കാണാത്തത് കൊണ്ടാണ്. എന്താണ് ആ ലേഖനം? അപ്പോ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യമുണ്ട്. ഞങ്ങൾ തുടക്കം മുതലേ ഈ തീമിനെ വിമർശിച്ചിട്ടുണ്ട്. ഈ തീമിനകത്ത് ഭീകരവാദത്തെ വെള്ളപൂശുന്നതാണ്, തീവ്രവാദ, അതായത് കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട്, കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ മതതീവ്രവാദ സംഘടനകളെ അത് ടച്ച് ചെയ്യുന്നേയില്ല. ഏകപക്ഷീയമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ ചെലുത്തുന്ന ദുസ്വാധീനവും അത് ഏതൊക്കെ തരത്തിലാ? 600 കിലോമീറ്റർ നമ്മുടെ കേരളത്തിന്റെ കോസ്റ്റൽ ലൈനുണ്ട്. ആ 600 കിലോമീറ്റർ കോസ്റ്റൽ വഴി ഡ്രഗ് ട്രാഫിക് നടത്താം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നേതാവാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നേതാവ് പറയുകയാണ് 600 കിലോമീറ്റർ കോസ്റ്റൽ ലൈൻ, അതിലൂടെ ഡ്രഗ് ട്രാഫിക്കിംഗ്, അതിലൂടെ ഡ്രഗ് കടത്താം, ഇടുക്കി ഡാം ബോംബ് വെച്ച് പൊട്ടിക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് ഭീകരവാദത്തിന് അത്തരം കമന്റുകൾ പറയുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും രൂക്ഷമായ അനുഭവങ്ങൾ ഉള്ള കേരളത്തിൽ അവരെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ ഭീകരവാദത്തെ വെള്ളപൂശിയാണ്, യഥാർത്ഥ തീവ്രവാദത്തെ വെള്ളപൂശിയാണ് എന്ന ആ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഈ സിനിമ. ശ്രീ ആർ വി ബാബു, കുറച്ചും കൂടെ താങ്കൾ കലാപം ആ ആർട്ടിക്കിൾ കുറച്ച് ഭീകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതായത് ലഷ്കർ എ ഭീകരയും ജെയ്ഷെ മുഹമ്മദിന്റെയും മിക്സ് ആണ് ഈ സയ്യിദ് മസൂദ് എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു സംവിധായകനെ പോലും ഒരു വലിയ അപകടത്തിന് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു പരാമർശം അതിനകത്തുണ്ട്. അതിന്റെ ഇമ്പാക്ട് ചെറുതായിരിക്കില്ല. സ്വാഭാവികമായിട്ടും അത്യന്തം രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരുപക്ഷെ സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ആരോപണം പൃഥ്വിരാജിന്റെ തലയിൽ വെച്ചിരിക്കുകയാണ് ആ ലേഖനം. അത് താങ്കൾ ആ ലേഖനം വായിക്കാത്തത് കൊണ്ടാണോ ഒരല്പം മയപ്പെടുത്തി സംസാരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലുള്ള ഒരു നടൻ, ഒരു സംവിധായകനായ ഒരാൾക്കെതിരെ അത്രയും വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള ഒരു കാര്യമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ ലേഖനം, നിങ്ങൾ ഈ പറഞ്ഞ ലേഖനം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു, എനിക്ക് കിട്ടിയില്ല. ആ ലേഖനം വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് അതെനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതികരിക്കുന്നത് ശരിയല്ല എന്ന് വെച്ചാൽ എനിക്ക് ലേഖനം കാണാൻ കഴിഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ, ലേഖനത്തിൽ എന്തു പറയുന്നു അതവിടെ നിൽക്കട്ടെ. പൃഥ്വിരാജിനെ കുറിച്ചുള്ള ആ ഇംപ്രഷൻ
പൊതുവെ നമ്മുടെ ഭാരതത്തിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, പൃഥ്വിരാജിനെ സ്വയം കൃതാനർത്ഥം കൊണ്ടുണ്ടായതാണ്. അദ്ദേഹം വാര്യംകുന്നൻ സിനിമ തയ്യാറാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. ജനഗണമന, ആ ജനഗണമനയുടെ രചന നടത്തിയ അതേ ആള് തന്നെയാണ് വാര്യംകുന്നന്റെയും തിരക്കഥ. ഇത് രണ്ട് കഥകളും, ഈ രണ്ട് സംഭവവും രാജ്യത്തിന്റെ ദേശീയ മാനബിന്ദുക്കളെ അപമാനിക്കുന്നതും രാജ്യ ചരിത്രത്തെ നിരാകരിക്കുന്നതുമാണ്. ദേശീയതയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നതാണ് ആ രണ്ട് തിരക്കഥകളും. അതൊക്കെ വിമർശനങ്ങളെല്ലാം എല്ലാ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഒരു ചരിത്ര സംഭവം എടുക്കുമ്പോൾ ഒരു വശത്തും മറുവശത്തും ഒക്കെ വിമർശനങ്ങളുണ്ട്. അത്തരത്തിൽ സിനിമകളെല്ലാം ഉണ്ട്. പേടിപ്പിച്ച് വായടപ്പിക്കുക എന്നുള്ളൊരു ഒരു സ്ട്രാറ്റജിയാണോ ഈ ഉപയോഗപ്പെടുത്തുന്നത്? ഇനി ഇങ്ങനത്തെ വിഷയങ്ങളിലൊന്നും ആരും ഒരു സിനിമയും എടുക്കണ്ട എന്നാണോ? ആർക്കും ഒന്നും പറയണ്ട, ഒറ്റ വെർഷനിൽ മാത്രം പറഞ്ഞാൽ മതി എന്നാണോ? ഒറ്റ വെർഷനേ ഉള്ളോ ചരിത്രത്തിന്? വെർഷൻ പലതും ആയിക്കോട്ടെ, ഒറ്റ വെർഷനെ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. നിങ്ങളൊക്കെ കൊണ്ടുവന്ന കുറെ വെർഷൻസ്, അതൊക്കെ ഒറ്റ വെർഷൻ. ഇപ്പൊ പല വെർഷൻ വന്നപ്പോഴാണ് നിങ്ങൾക്ക് വെപ്രാളം. മനസ്സിലായോ? പല വെർഷൻസ് വന്നപ്പോഴാണ്. നിങ്ങൾ ഗോദ്രയെ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ ഗോദ്രയെ മൂടി വെക്കുകയായിരുന്നു. ഇപ്പൊ ഗോദ്ര പുറത്തു വന്നു. ഗോദ്രയുടെ സംഭവങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരാൻ തുടങ്ങി. ഗോദ്ര ഉണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഈ സിനിമയിൽ നിന്നപ്പോൾ. യഥാർത്ഥത്തിൽ ഈ സിനിമ കൊണ്ടുണ്ടായ ഗുണത ഗോദ്ര ഉണ്ടെന്നും ഗോദ്ര ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ബോധം ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ യൂണിലാറ്ററൽ ആയിട്ടുള്ള ആ വേർഷൻസ് മാത്രമല്ല, പല വേർഷൻസും ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, പൊള്ളുന്നത് ആർക്കാ? പൊള്ളിയതാർക്കാ? ഇപ്പോ പൊള്ളിയത് ഞങ്ങൾക്കല്ല, പൊള്ളിയത് നിങ്ങൾക്കാണ്. കാരണം കേരളത്തില് ഒരു പ്രതിഷേധത്തിന്റെ തെരുവ് പ്രതിഷേധത്തിന്റെ ഒരു സംഭവം പോലും ഇല്ലാതെ തന്നെ കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ സിനിമയ്ക്കെതിരായിട്ട് രംഗത്ത് വന്ന് അതിനോട് സമരസപ്പെട്ട് ആ സിനിമാ നിർമ്മാതാക്കൾ പിൻവലിയുന്നത് നിങ്ങൾ അത്യന്തം അത്ഭുതത്തോടെ ആശങ്കയോടെ കാണുകയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജനവികാരം. ആ ജനവികാരം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാതെ, നിങ്ങൾക്ക് അത് ദഹിക്കാനാവാതെ, സമൂഹ മാധ്യമങ്ങളിലെ പ്രതിഷേധമാണെങ്കിൽ അത് ഒരുപക്ഷെ ഈ സിനിമയെ പ്രതിഷേധിച്ചതിനേക്കാൾ കൂടുതൽ സിനിമയെ പിന്തുണച്ചവരുടെ പ്രതികരണങ്ങൾ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ താങ്കൾ ഈ പറയുന്ന ആ കളക്റ്റീവ് സമരവികാരം അതെവിടെയാണ്? പ്രതിഷേധം ഉണ്ടായിട്ടില്ല. സിനിമാ നിർമ്മാതാക്കൾ എന്തുകൊണ്ട് പിൻവാങ്ങി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ പലരും പറയും. അതിലേക്ക് നയിക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങളുടെ പരസ്യമായിട്ടുള്ള പ്രതിഷേധമല്ല, മറ്റെന്തോതാണ്. അത് നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? അതിന് യാതൊരു തെളിവില്ലല്ലോ. നിങ്ങൾ ഇതാണ് ഈ പ്രശ്നം. ഒരു തെളിവുമില്ലാതെ നിങ്ങൾ കുറെ നരേറ്റീവ് കൊണ്ടുവരികയാണ്. അങ്ങനെ നിർമ്മാതാവ് പറഞ്ഞിട്ടുണ്ടോ? സംവിധായകൻ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഞങ്ങൾ ആരോപിക്കുന്ന പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടോ? ആര് പറഞ്ഞു അങ്ങനെ? അപ്പൊ നിങ്ങൾ ആരോപിക്കുകയാണ്. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. നിങ്ങളുടെ അജണ്ടക്കനുസരിച്ച് ഇതിനെ കൊണ്ടുപോവാണ്. ഇവിടെ പ്രത്യക്ഷത്തിൽ കണ്ടോ? നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ പ്രതിഷേധം, ലേഖനം ഒരുപാടുണ്ടല്ലോ. ലേഖനം ഇപ്പോൾ മാത്രമല്ല, ലേഖനം ഇപ്പോൾ മാത്രമല്ല. അതൊരു ചെറിയ ആരോപണമല്ലോ. വിഷ്ണു ആ ആരോപണം ശരിവെക്കുന്നതാണെന്നേ. ആ ആരോപണം ശരിയാണ്. പൃഥ്വിരാജിനെ സംബന്ധിച്ചുള്ള ആരോപണം ശരിയാണ്. ആ ആരോപണം ഞങ്ങൾ ഉന്നയിക്കുന്നു. അതെന്താ കുഴപ്പം? പൃഥ്വിരാജിന്റെ മുൻ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്, ഈ സിനിമയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. പൃഥ്വിരാജിന്റെ മുൻ നിലപാടുകളുണ്ട്. ആ നിലപാട് ആന്റി നാഷണൽ നിലപാടാണ്. ലഷ്കർ ഭീകരനും ജെയ്ഷെ മുഹമ്മദിനെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു കഥാപാത്രം സൃഷ്ടിച്ചതിൽ ഒരു പ്ലാൻഡ് അജണ്ടയുണ്ട് എന്നാണോ? അല്ല, ആ പ്ലാൻഡ് അജണ്ട ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അത് തിരുത്തേണ്ടി വരുന്നത്. ശ്രീ ആർ വി ബാബു, ഈ 6 വർഷം മുൻപ് എനിക്ക് മനസ്സിലാവുന്നത് മോഹൻലാൽ പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഓക്കെ ആ പോയിന്റിലേക്ക് മോഹൻലാൽ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ പൃഥ്വിരാജ് ഹൈജാക്ക് ചെയ്യുകയായിരുന്നു സിനിമ എന്നുള്ള ആരോപണം. അതെ, അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോ മനസ്സിലാവുന്നത്. പലരും മോഹൻലാലിനെ വെച്ച് സിനിമ എടുത്തവരും മോഹൻലാലിനെ അടുത്തറിയാവുന്നവരും ഒക്കെ പറയുന്ന കാര്യം വെച്ച് നോക്കിയാൽ മോഹൻലാല് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്ന ഒരു തോന്നലാണ് നമുക്കുണ്ടാവുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതായാലും ശരി, ഇതെല്ലാം കൂടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവര് അതിൽ നിന്നും പിൻവലിയാൻ തയ്യാറാവുമ്പോ നിങ്ങൾക്കത് ദഹിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഹൈന്ദവ വികാരം, കേരളത്തിലെ ദേശീയ ശക്തിയുടെ വികാരം നിങ്ങൾക്ക് ദഹനക്കേടുണ്ടാക്കുന്നു.
അതിന് വേറെ നിവൃത്തിയില്ല. ആയുർവേദത്തിൽ അതിന് മരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ശ്രീ ആർ വി ബാബു, ആയുർവേദത്തിൽ അതിന് മരുന്നുണ്ടെന്ന് ശ്രീ ആർ വി ബാബു പിൻവാങ്ങാൻ തയ്യാറാകുമ്പോൾ ഇത് ഈ സിനിമാ ടീം പിൻവാങ്ങാൻ തയ്യാറാകുമ്പോൾ ദഹിക്കാത്തത് ആർക്കാണെന്നുള്ളതാണ്. ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ഓർഗനൈസർ ലേഖനം വന്നിരിക്കുന്നത് ഈ പിൻവാങ്ങലിന് ശേഷമാണ്. ദഹിക്കാത്തത് ആർക്കാണ്? ശ്രീ ആർ വി ബാബു, താങ്കൾ പറയുന്ന ആ ആവശ്യത്തിൽ നിൽക്കുന്നോ ഈ വിവാദം എന്നുള്ളതാണ് സംശയം. ബോയ്ക്കോട്ട് ചെയ്യണമെന്നുള്ള ആഹ്വാനം ഓർഗനൈസർ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓർഗനൈസറിന്റെ അഭിപ്രായമായിരിക്കാം. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഹൈന്ദവ സംഘടനകൾ ഇപ്പൊ നിലവിലെടുത്തിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ നിലപാടുകളുടെ അനുസരിച്ച് ഹൈന്ദവ സംഘടനകൾ ബോയ്ക്കോട്ടിന് ആഹ്വാനം കൊടുത്തിട്ടില്ല. അത് ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ആ സിനിമ പിൻവലിക്കണം എന്ന് ഇവൻ റീസെൻസറിങ്ങിന് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. റീസെൻസറിങ് ചെയ്യാൻ പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ ആർ വി പറയൂ, താങ്കൾ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് പോകാൻ. ആർക്കാണ്? വസന്തനാണോ വിഷമം? വസന്ത ആദ്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പുറത്തിറക്കിയ കിസാ കുർസി കാ സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആദ്യം അറിയട്ടെ. ആന്ധ്ര സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയേ ആദ്യം. അപ്പൊ എന്നിട്ട് മതി നമ്മുടെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അവർക്ക് കേരള സ്റ്റോറി നിരോധിക്കണം എന്നായിരുന്നു താല്പര്യം. കേരള സ്റ്റോറി കേരളത്തിൽ കളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവരെന്നിട്ട് ഇവിടെ വന്നിട്ട് വാചകം അടിക്കണോ? ആ വാചകമൊന്നും ഇവിടെ വേണ്ട. അതൊക്കെ അങ്ങ് നാലായിട്ട് മടക്കി KPCC ഓഫീസിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇനി കേരളത്തിൽ നിന്നും ചെലവാകുമെന്ന് വിചാരിക്കണ്ട. പഴയ കേരളമല്ല ഇത്. പഴയ കേരളമല്ല, പുതിയ കേരളമാണ്. പുതിയ കേരളം നിങ്ങളുണ്ടാക്കിയ വ്യാജ നരേറ്റീവുകൾ, നിങ്ങളുണ്ടാക്കിയ കപട മതേതരത്വം, നിങ്ങളുടെ വർഗീയ പ്രീണനം, നിങ്ങളുടെ മതഭീകരവാദത്തോടുള്ള സന്ധി, ഇതിനോടൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ കപട മതേതരത്വം, നിങ്ങളുടെ മതഭീകരവാദത്തോടുള്ള സന്ധി. ആർ വി ബാബു, ഞാൻ തിരികെ എത്താം. ഞാൻ കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തിലേക്കും വരാൻ അതിനു മുമ്പ് രാഹുൽ ഈശ്വർ ഈ പറയുന്ന വിഷയത്തിൽ നിന്നൊന്നും അല്ല വിവാദം നിൽക്കുന്നത്. ഇത് അതിന് മുകളിലേക്ക് പോകുന്നു. ചരിത്രം വളച്ചൊടിച്ചു എന്ന് ആദ്യം പറയുന്നു, അത് തിരുത്താനുള്ള ഖേദപ്രകടനം നടക്കുന്നു, അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ. അപ്പോഴാണ് പറയുന്നത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് വരുന്നത്. ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് RSS പറയുമ്പോൾ ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല എന്ന് ആർ വി ബാബു പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയം ഒരു വലിയ തരത്തിൽ സയ്യിദ് മസൂദ് എന്ന പേര് പോലും ആ തരത്തിലാണെന്ന് പറയുന്നു. പേടിപ്പിക്കുന്ന തരത്തിൽ വായടപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഖേദപ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. മോഹൻലാലിന്റെ ഈ ഖേദപ്രകടനം, രാഹുൽ, അത് നിങ്ങൾ ഏത് തരത്തിലാണ് കാണുന്നത്? അപർണാജി, ഇതിൽ 3 ഫാക്ട്സ് ഞാൻ പറയാം. ഒന്ന്, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ശ്രീ വിഷ്ണു അരവിന്ദാണ്. അദ്ദേഹം JNUവിലെയൊക്കെ ഒരു പ്രമുഖ സ്കോളറാണ്. നമ്മുടെ ഹിന്ദുത്വ അല്ലെങ്കിൽ BJP സംഘ ഇക്കോസിസ്റ്റത്തിലെ വളരെ ബഡിങ് ആയിട്ടുള്ളൊരു ഇന്റലക്ച്വലും നല്ല സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെയാണ്. ഈ ലേഖനത്തിന്റെ പേര് അൺമാസ്കിംഗ് ദി ആന്റി ഹിന്ദു ആൻഡ് ആന്റി ഭാരത് നെറേറ്റീവ്സ്. അതായത് ഹിന്ദു വിരുദ്ധവും ഇന്ത്യ വിരുദ്ധവുമായ നെറേറ്റീവ്സിനെ അൺമാസ്ക് ചെയ്യുന്നു എമ്പുരാനിൽ എന്നുള്ളതാണ്. അത് ഓർഗനൈസറിന്റെ നിലപാടോ എഡിറ്റോറിയലോ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓർഗനൈസർ എന്ന് പറയുന്ന വിശാല RSSന്റെ കാഴ്ചപ്പാടുകൾ മുമ്പോട്ട് വെക്കുന്ന നിലപാട് തറയിൽ അവർ സ്പേസ് കൊടുത്ത വിഷ്ണു അരവിന്ദ് എന്ന ബഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്ണു അരവിന്ദ് എന്നുള്ള പ്രമുഖനായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ഫേസിന്റെ ആർട്ടിക്കിൾ ഒരുപക്ഷെ ശ്രീ ആർ വി ബാബു അടക്കം സെർച്ച് ചെയ്ത് കിട്ടാത്തത് മലയാളം സെർച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താൽ ഓർഗനൈസറിന്റെ ഗസ്റ്റ് ഓതർ ആയിട്ടാണ്, അങ്ങനെ തന്നെയാണ് ഓർഗനൈസർ കൊടുത്തിരിക്കുന്നത്. ഓർഗനൈസറിന്റെ ഗസ്റ്റ് ഓതർ ആയിട്ടുള്ള അദ്ദേഹം ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി വേണ്ട കാര്യവും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ വളരെ പണ്ഡിതോചിതമായ, എനിക്ക് ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ വളരെ പണ്ഡിതോചിത ആർട്ടിക്കിൾ മുമ്പോട്ട് വെക്കുന്ന കാര്യമാണ്. അദ്ദേഹമാണ് ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് മുമ്പോട്ട് വെച്ചത്. ഇത് RSSന്റെ ഔദ്യോഗിക നിലപാടോ ഓർഗനൈസറിന്റെ ഔദ്യോഗിക നിലപാടോ അല്ല. പകരം ഓർഗനൈസർ ഈ വിഷയം ഉണ്ടായപ്പോൾ കേൾക്കണ്ട എന്ന് അവർ കരുതുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം അറിയണമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു നിലപാട് കൊടുക്കുന്നു. അതാണ് ഒന്ന്. രണ്ട്, ഈ ചർച്ചയുടെ ടോപ്പിക് അടക്കം ലാലേട്ടനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ നമ്മുടെ പൊതു സ്വത്താണ്. അപ്പൊ ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല. ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല, ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല. ലാലേട്ടൻ ഖേദപ്രകടനമാണ് നടത്തിയത്. അതായത് അപ്പോളജി വേറെ, റിഗ്രറ്റ് വേറെ. മാപ്പ് പറയുന്നതോ ക്ഷമ ചോദിക്കുന്നതോ വേറെ, ഖേദപ്രകടനം വേറെ. ഏകദേശം ഒരു ദിവസത്തിലധികം മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ളവരോടും അദ്ദേഹത്തിന്റെ ടീമിനോടും സംസാരിച്ച് എഴുതിയൊരു കാര്യമാണ്. അപ്പൊ ലാലേട്ടൻ പറയാത്തൊരു വാക്ക് നമ്മൾ പറയരുത്. കാര്യം അത് വേണമെങ്കിൽ തർക്കത്തിനും ഗുണമൊക്കെ ഉണ്ടാവും. പക്ഷെ ലാലേട്ടൻ ഖേദപ്രകടനം നടത്തി. 3, എന്തുകൊണ്ട് ഖേദപ്രകടനം നടത്തി? അതായത് ഈ സിനിമയിൽ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ സിനിമയാണ്. പക്ഷേ സിനിമയുടെ
സിനിമയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എല്ലാ ബി ജെ പിക്കാരും മോശമാണ്, എല്ലാ RS-കാരും മോശമാണ്. നല്ല ഒരു ബി ജെ പിക്കാരനെ RS-കാരനെ പോലും കാണിച്ചിട്ടില്ല. ഇപ്പൊ ഈ സിനിമയിൽ ഈസി ആയിട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി ഇതിൽ നിരപരാധിയാണെന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് ലീഡർ അറിയാതെയാണ് ഇതെല്ലാം നടന്നത് എന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടാകുമായിരുന്നു. അപ്പൊ കടന്നാക്രമിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു മുഖ്യധാര സിനിമ RSSനെയും BJP ആക്രമിക്കുമ്പോൾ ശ്രീ RV ബാബുവോ RSSോ BJPയോ മിണ്ടാതിരിക്കണോ? അത് പറഞ്ഞോട്ടെ എന്ന് രാഹുൽ, ഒറ്റ വിഷയമുള്ളൂ. ഇതിനകത്ത് കേരളത്തിൽ ഒരു പ്രതിഷേധം പോലും പുറത്തുണ്ടായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലെ മാത്രം പ്രതിഷേധത്തിന് പുറത്ത് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് നിർമ്മാതാക്കൾ കടക്കുമോ? പിറകിൽ അത് മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല, കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായി. ഈ കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായെന്ന് പറഞ്ഞാൽ തെരുവിൽ പോയി പ്രതിഷേധം എന്നാണല്ലോ പറയേണ്ടത്. ഇപ്പൊ ഹനുമാൻ സേന അടക്കമുള്ള വിശാല ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളിൽ ചില ആൾക്കാർ മറ്റേ തിയേറ്റർ സാധനങ്ങളൊക്കെ വെച്ചു. ഒരുപക്ഷെ ലാലേട്ടൻ അല്ലായിരുന്നെങ്കിൽ മുഖ്യധാര ഹിന്ദുത്വ സംഘടന അല്ലെങ്കിൽ കുറെ കൂടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഹിന്ദുത്വ സംഘടന കൂടെ വരുമായിരുന്നു. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ്. അപ്പൊ ശരിക്കും ലാലേട്ടൻ അത് ചെയ്താണ് പലരെയും വിഷമിപ്പിച്ചത്. ഇപ്പം പൃഥ്വിരാജ് ഒരു സിനിമയിൽ ഇങ്ങനെ മാത്രം പൃഥ്വിരാജാണ് ഇതിലെ നായകൻ എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ശ്രീ RV ബാബു അതിനെ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. പക്ഷെ ലാലേട്ടൻ എല്ലാവരുടെയാണ്, മമ്മൂക്ക എല്ലാവരുടെയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് ഒരു ബാലൻസ്. രാഹുൽ, പൃഥ്വിരാജിനെയാണ് കൊത്തിപ്പറിക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ ഏറ്റവും പുതിയ ആരോപണം എന്ന് പറയുന്നത് എങ്ങനെയാണ് പൃഥ്വിരാജ് എന്നുള്ള ഒരു നടന് നേരെ ഇനി ഉണ്ടാകാൻ പോകുന്ന ആക്രമണങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ല, അങ്ങനെയാണ്. പൃഥ്വിരാജ് ഒരുപാട് കാലം പൃഥ്വിരാജ് തന്നെ നിലപാടിന് വേണ്ടി ആക്രമണം നേരിടാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ്. പൃഥ്വിരാജ് ഓർക്കുക, ശബരിമല കാലത്ത് ശബരിമല വിശ്വാസികളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ലക്ഷദ്വീപിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ പൃഥ്വിരാജാണ് ഇത് യഥാർത്ഥത്തിൽ ആദ്യം റേസ് ചെയ്തത്. അപ്പോൾ പൃഥ്വിരാജിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. അപ്പൊ പൃഥ്വിരാജിനെ നമുക്ക് പോസിറ്റീവായി കാണാം. രണ്ട്, പൃഥ്വിരാജ് നല്ല നായരും നല്ല ഹിന്ദുവുമാണ്. മകളുടെ പേരിന് അലങ്കൃത മേനോൻ എന്ന് വരെ ഇട്ട വ്യക്തി കൂടെയാണ്. അപ്പം പൃഥ്വിരാജിന് ഒരു ലിബറൽ നിലപാടാണ്. അതായത് ഇപ്പൊ കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ചാവയും ഒക്കെ BJP അനുകൂല സിനിമകളാണ്. എന്നാൽ എമ്പുരാൻ BJP വിരുദ്ധ സിനിമയാണ്. പക്ഷെ BJP വിരുദ്ധ സിനിമ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു ബാലൻസ് അതിന് കാണിക്കായിരുന്നു. അപ്പൊ ഉദാഹരണം നേരത്തെ ശ്രീ RV ബാബു വളരെ ശരിയായി പറഞ്ഞതുപോലെ പല ചർച്ചകളിലും പറയുന്നത് രാഹുൽ സിനിമയിലെ ചാവയിൽ ബാലൻസ് ഇല്ലല്ലോ. നമ്മൾ അല്ല, ഒരു സെക്കൻഡ്, സിനിമയല്ല, സിനിമ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്. സിനിമയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ കേരള സ്റ്റോറി 3 പെൺകുട്ടികളുടെ കഥയാണ്. അത് 32,000 എന്ന് അതിശയോക്തി വൽക്കരിച്ചപ്പോ സുപ്രീം കോടതി അടക്കം അതെടുത്ത് കളയണമെന്ന് പറഞ്ഞു. ചാവേലെ ആദ്യ സീനുണ്ട്, അതിൽ ഔറംഗസേബ് ശിവാജി മരിച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ അള്ളാഹു, സിംഹം വരികയാണ് സ്വർഗത്തിലേക്ക്, നീ കഥകുകൾ സ്വർഗത്തിന്റെ ജന്നത്തിന്റെ കഥകുകൾ തുറന്നിടണേ എന്നാണ്. അപ്പം ചില മാന്യതയും മര്യാദയും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. അതായത് ഒരു ബാലൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓർക്കുക, ഔറംഗസേബ് കുറച്ച് മത തീവ്രതയുള്ള ഇസ്ലാം മതവിശ്വാസി കൂടെയാണ്. അതായത് മറ്റുള്ളവർ സ്വർഗത്തിൽ പോവില്ലെന്ന് വിശ്വസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആളാണ്. പക്ഷെ ആ സിനിമയെ കാണിക്കുമ്പോൾ ഔറംഗസേബ് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്കുണ്ടായ ഏറ്റവും നല്ല എതിരാളിയാണ് ശിവാജി, സിംഹം സ്വർഗത്തിലേക്ക് വരികയാണ്, അതുകൊണ്ട് പടച്ചവനെ നീ ആ സിംഹത്തിന് വേണ്ടി ജന്നത്തിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടണേ. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഒരു മര്യാദയും മാന്യതയും വേണ്ടിയിട്ടാണ്. ഈ ബാലൻസ് പലപ്പോഴും വേണം. പൃഥ്വിരാജിന്റെ ഈ സിനിമ രസം ഇപ്പൊ NIയുടെയും EDയുടെയും ദുരുപയോഗം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഡാം തകർത്ത് 2 ജില്ലകളെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവറല്ലേ? സത്യസന്ധമായിട്ട് ആലോചിച്ചു, കുറച്ച് ഓവറല്ലേ? എത്രയോ സിനിമകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഏജൻസികളെയും ഒക്കെ മോശക്കാരായി കാണിക്കുന്നു. സിനിമാ നിർമ്മാതാക്കളെ ഈ തരത്തിൽ സംവിധായകനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ പറയാൻ കൊള്ളുന്നതാണോ? ഏത് തരത്തിലാണ് ഇനി ഇങ്ങനെ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കഥാപാത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കും പൃഥ്വിരാജിനെതിരെ ഇനിയുള്ള സമയങ്ങളിൽ? ഇത് 2 കാര്യങ്ങൾ. ഒന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് മുഖ്യധാരാ പാർട്ടികളുടെ നിലപാടല്ല. രാജീവ് ചന്ദ്രശേഖർജിയുടെ നിലപാട് ഏറ്റവും നല്ലതാണ്, ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ല പ്രതികരണം ശ്രീ MT രമേശിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. ഏറ്റവും പക്വതയുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവ് എങ്ങനെ പറയണം? ആദ്യമേ അദ്ദേഹം ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനെ അംഗീകരിച്ചുകൊണ്ടല്ല നിലപാടെടുക്കുന്നത്. ഇനിയും ജനൻ TV അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും ജനൻ TV ഒരു പോസ്റ്റ് ഇടാൻ മര്യാദ കാണിച്ചു. നിങ്ങൾ ഇന്റർവെൽ ഇറങ്ങുമ്പോൾ ഇതിന്റെ സസ്പെൻസ് വെളിയിലേക്ക് പറയരുത്, അത് ബാക്കിയുള്ളവരുടെ രസം കൊല്ലുവും. അത് ജനൻ TVയിൽ ആ പോസ്റ്റ് ചെയ്തവന്റെ നല്ല ഹിന്ദു സംസ്കാരമാണ്, മാന്യതയാണ്.
അതായത് തങ്ങൾക്കെതിരെയാണെന്ന് അറിഞ്ഞിട്ട് പോലും ചില മാന്യതയും മര്യാദയും കാണിക്കും. സിനിമ ഗംഭീരമാണ്, കേരളത്തിന്റെ KGF ആണ്, ലോക തരത്തിലേക്ക് ഉയർത്തുന്നു. പക്ഷേ ഇപ്പൊ K. സുരേന്ദ്രൻജിക്കെതിരെയുള്ള ഒരു പരാമർശം, ഈ ഡാം പൊളിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്ന പരാമർശം, അങ്ങനൊന്നും ആരും ചെയ്യില്ലല്ലോ. അപ്പൊ ഓവർ ആക്കരുതല്ലോ. അപ്പം ചില കാര്യങ്ങളിൽ ഒരു മാന്യതയും മര്യാദയും വേണമെന്ന് പറഞ്ഞാൽ ഇനി ഒരു വരി കൂടെ, ആരും ആരെയും പേടിപ്പിച്ചില്ല. ഇതിന്റെ പിന്നിലുള്ള സംഭവം ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്ക്ലാഷ് വന്നു. മോഹൻലാൽ സംഘത്തോട് അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. വിശ്വശാന്തി ഫൗണ്ടേഷനും RSS പരിപാടി ചെയ്യുന്നുണ്ട്. ഗോകുലം ഗോപാലൻ സാർ സംഘത്തോട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അവർക്കൊരു ഫീഡ്ബാക്ക് വന്നു. ഒരു വരി കൂടെ പറഞ്ഞു, ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മോഹൻലാലിന്റെ ആ എഴുത്ത് ഓരോ മലയാളിയും വായിക്കേണ്ടതാണ്. ആരെയും വേദനിപ്പിച്ചില്ല, പൃഥ്വിരാജിനെ തെള്ളി പറഞ്ഞില്ല, സ്വയം അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലായി, ഖേദമുണ്ട്, ഞങ്ങൾ ആ ഭാഗങ്ങൾ മാറ്റുക. അപ്പൊ ലാലേട്ടൻ വീണ്ടും അവിടെ വിജയിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ അതിലേക്ക് വരാം. PS സഞ്ജീവ്, 11:15 വരെ, രാത്രി 11:15 വരെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സിനിമ കാണാൻ ലുലുവിലുണ്ടായിരുന്നത്. അതുപോലും ഇതൊരു അടിച്ച് വരുന്നതിന് മുൻപ് എന്താണ് ഈ സിനിമയ്ക്കകത്ത് ഉള്ളത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ആദ്യ ദിനങ്ങളിൽ സിനിമ കാണുന്ന ഒരാളല്ലല്ലോ മുഖ്യമന്ത്രി. അങ്ങനെ ആ തരത്തിലുള്ള ഒരു പിന്തുണ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വരെ ഉണ്ടായിട്ട് പോലും ഖേദപ്രകടനമാണ് വന്നത്. നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ലേ? ഡിവൈഎഫ്ഐക്ക് വലിയ പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യപ്പെടുത്തി ഏത് തരത്തിൽ ഇതിലൊരു പിൻവാങ്ങൽ ഉണ്ടായി എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്? അല്ല, പിൻവാങ്ങൽ സ്വാഭാവികമായും മോഹൻലാലും അതിൻ്റെ അണിയറ പ്രവർത്തകരും നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ ഇവിടെ മോഹൻലാലിനെ ഉൾപ്പെടെ RSSൻ്റെ ഏറ്റവും കടുത്ത അനുഭാവി എന്നാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഒന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും കപടമായുള്ള ദേശീയതയുടെ, മതസ്നേഹത്തിൻ്റെ, ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രായോഗികവൽക്കരണം എങ്ങനെയൊക്കെ സംഘടിപ്പിക്കണം എന്നതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളാണിത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ലല്ലോ. ഇപ്പോൾ പത്മാവതിന് എന്താണ്, പത്മാവതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഫന എന്ന സിനിമയ്ക്ക് എന്തൊക്കെ അക്രമങ്ങളാണ് സംഘപരിവാർ നടപ്പിലാക്കിയതെന്ന് നമുക്കറിയാം. എഴുത്തുകാരെ, സിനിമകളെ, നാടകങ്ങളെ, അങ്ങനെ ഈ പറഞ്ഞ ക്രിയേറ്റീവായ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആർട്സിനെ ഏറ്റവും വിമർശനാത്മകമായി, അതിനെ കൊല്ലാതെ കൊല്ലുന്നു എന്നൊക്കെ പറയില്ലേ, ഏറ്റവും അതിനെയൊന്നും ഇഷ്ടപ്പെടാത്ത, ഒരു തരത്തിൽ പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധമായ ചിന്തകളുടെ എങ്ങനെയൊക്കെ തങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു വിമർശനത്തെയും, ഏത് സത്യത്തെയും വിളിച്ചു പറയാൻ ഉപയോഗിക്കുന്ന ഏതൊരു മീഡിയത്തെയും നിശബ്ദമാക്കുക, അതിനെ അങ്ങ് നിരോധിച്ച് കളയുക എന്നുള്ളതാണ് ഇവരുടെ ആകെ മൊത്തമുള്ളൊരു സ്വഭാവം. ഇപ്പോൾ നമ്മളെല്ലാം നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ PK എന്ന് പറഞ്ഞ സിനിമ, അതിന് സംഘപരിവാർ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ അതിന് തൊട്ടു മുമ്പായി കാവൽക്കാരൻ എന്ന തമിഴ് സിനിമയെ ഇതേ നിലയിൽ ആക്രമിച്ചിട്ടുണ്ട്. വാട്ടർ എന്ന സിനിമയെ, 2000 ഇറങ്ങിയ സിനിമയെ ഇതേ നിലയിൽ സംഘപരിവാർ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അരുന്ധതി റോയ് എഴുത്തുകാരിയാണ്, ആക്രമിച്ചിട്ടുണ്ട്. കൽബുർഗിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പൻസാരയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എടുത്തു പരിശോധിച്ച ഗൗരി ലങ്കേഷ് ഉൾപ്പെടെ രാജ്യത്തെ സുപ്രധാനമായ എഴുത്തുകാരെയും അവർക്കെതിരെ നടത്തുന്ന ഏതൊരു വിമർശനത്തെയും ഒരു സഹിഷ്ണുതയോടുപോലെ പോയിട്ട് അതിനപ്പുറത്തേക്കൊരു ജനാധിപത്യത്തെക്കുറിച്ചൊരു തെല്ലും ബോധമില്ലാത്തൊരു സംഘമാണ്, ഒരു കൂട്ടമാണ് സംഘപരിവാർ. അതിൻ്റെ ഏറ്റവും സംഘപരിവാർ RSS നടപ്പിലാക്കിയിട്ടുള്ള ഓരോരോ ഈ അരുംകൊലകളും അതിൻ്റെ ഏറ്റവും വംശഹത്യകളുടെയും നിരന്തരമായിട്ടുള്ള ചർച്ചകൾ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ പൊള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അത് പിൻവലിച്ചിട്ടുണ്ടാവും, അതിലൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഗുജറാത്ത് വംശഹത്യയെ അങ്ങനെ അങ്ങ് തെച്ചുമച്ച് കളയാനൊന്നും കഴിയില്ല. DYFI പ്രതിഷേധ രംഗത്തുണ്ട്. SFI എന്ന നിലയിൽ ഞങ്ങളും സഞ്ജീവ്, ഞാൻ അതിന്റെ ഇടയിലൊന്ന് ചോദിച്ചു വിടട്ടെ, നിങ്ങൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നു, ഈ കുറച്ചു മുമ്പ് വരെ മോഹൻലാലിന്റെ ഖേദപ്രകടനം വരെ അങ്ങനെ പറഞ്ഞവർ ഇപ്പോൾ കാലാപാനിയിലെ മോഹൻലാലിന്റെ ഷൂ നക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് പരിഹസിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൽ എന്തെങ്കിലും പറയാ, ഏതെങ്കിലും ലെഫ്റ്റ് ഓറിയന്റഡ് ലീഡേഴ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മുഖ്യധാര നേതാക്കന്മാരോ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഒരു അഭിപ്രായവും ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. കാലാപാനിയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഇപ്പോൾ സവർക്കറെയാണല്ലോ അതിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് അവിടെ എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇത് നേരെ മറിച്ച് ഇവരുടെ മുഖ്യധാര നേതാക്കന്മാരാണെന്നേ. BJPയുടെ ഈ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഈ കഴിഞ്ഞ ആടുജീവിതം ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ജോർദാനിൽ കുറച്ചു കാലം പൃഥ്വിരാജ് കുടുങ്ങിയല്ലോ, അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഭീകരവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നായിരുന്നു ഒരാളുടെ
അഭിപ്രായം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ RV ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? എന്തൊക്കെയാണ്? കേരളം ഉണരുന്നു, കേരളത്തിൽ ഹിന്ദുത്വം അതിൻ്റെ ഊർജ്ജസ്വലമായിട്ടുള്ള ഉയർന്ന ബോധത്തിലാണ്, പഴയ കേരളമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഏത് ഘട്ടത്തിലാണ് കേരളത്തെ സംബന്ധിച്ച് നിങ്ങളിവിടെ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ ഏതെങ്കിലും തരത്തിൽ അവരെ എല്ലാ സമ്മർദ്ദവും ചെലുത്തി സെൻസർ ചെയ്ത് നിങ്ങൾ EDയെയും CBIയെയും എല്ലാവരെയും പറഞ്ഞയച്ച് പേടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നടന്ന ഒരു വംശഹത്യയാണ് ഗുജറാത്ത് വംശഹത്യ. ആ വംശഹത്യയെ തുടർന്നുള്ള ആ ക്ലിപ്പിങ്ങുകൾ നിങ്ങളെ ഇത്ര ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇത്ര അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആ മരിച്ചു വീണ എത്രയെത്ര മനുഷ്യരുടെ ജീവിതത്തെ, അവരുടെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്ത നിങ്ങളുടെ ഈ കപട ദേശീയ ബോധത്തെയും കപട മതബോധത്തെയും, മതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്ന എല്ലാവിധ ഹീന രൂപത്തെയും ഒരു കാലത്ത് ഒരു ഘട്ടത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ ഫാസിസ്റ്റ് രൂപീകരണം, ഈ ഫാസിസ്റ്റ് വൽക്കരണം ഏതൊക്കെ ഘട്ടത്തിൽ സംഘടിപ്പിച്ചാലും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഇപ്പോൾ ഒന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻ്ററി ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ തെരുവോരങ്ങളിലും പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആരാണ് ഇവിടെ തടയാൻ? വരട്ടെ. ആരാണ് തടയട്ടെ. ഞങ്ങളത് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. SFI കേരള സംസ്ഥാന കമ്മിറ്റി അത് ഔദ്യോഗികപരമായി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളത് പ്രദർശിപ്പിക്കും. ഗുജറാത്ത് വംശഹത്യ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ജനങ്ങൾ ഓർക്കണമെന്നേ, RSS ചെയ്തിട്ടുള്ള ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള എത്ര ബീഭത്സമായ എത്ര അക്രമങ്ങൾ, എത്ര ഏറ്റവും വലിയ തെറ്റായ പ്രവണതകൾ, അതിനൊക്കെ ഓർമ്മിപ്പിക്കാതെ ചരിത്രം കൃത്യമായി അവരോട് ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം പറയിപ്പിച്ചേ RSSന്റെ ഏത് തലതൊട്ടപ്പിനെയും വിടൂ എന്നുള്ളത്. ഇടത് നിലപാട് അത് വ്യക്തമാണ്. വസന്ത് തെങ്ങുംപള്ളി, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പോസ്റ്റ് ഇടുക, LDFും UDFും ഈ അടുത്ത് ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് ഒരുമിച്ച് നിന്നിട്ടില്ല. എല്ലാ അണികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഈ കമ്മി ടീമുകളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് പോലും ലൂസിഫർ ടീം ഇതിനകത്ത് പിൻവാങ്ങി. മോഹൻലാൽ ഖേദപ്രകടനം നടത്തി. സഞ്ജീവ് പറഞ്ഞു നിർത്തുന്ന പോലെ ED പോലുള്ള അന്വേഷണ ഏജൻസികൾ വന്ന് ഭീഷണിപ്പെടുത്തി കാണും. അതുകൊണ്ടായിരിക്കും. അത് തന്നെയാണോ കോൺഗ്രസിനും പറയാനുള്ളത്? അങ്ങനെയാണോ കോൺഗ്രസ് കണക്കാക്കുന്നത്? പറഞ്ഞ അങ്ങ് എനിക്ക് കുറച്ച് സമയം തരണം. ഇതിന് 3 വശങ്ങളുണ്ട്. ഒന്ന്, അങ്ങ് ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ പറയുന്നത് പോലെ ഇത് മോഹൻലാൽ അറിയാതെ നടന്നതാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയ യോഗ്യമല്ല. ഞാൻ മോഹൻലാലിന്റെ ഒരു കടുത്ത ആരാധകനാണ്. മോഹൻലാൽ ഫാൻസ് മെമ്പറൊക്കെ ആയിരുന്ന ഒരാളാണ്, ഇപ്പോഴും അതെ. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഖേദപ്രകടനം, മാപ്പ്, അതെന്തു ആയിക്കോട്ടെ, അത് തീരെ വിഷമിപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മോഹൻലാൽ അറിയാതിരിക്കില്ല. കാരണം ഒന്ന്, ഇതൊരു സിനിമയുടെ പ്രീക്വലാണ് അല്ലെങ്കിൽ സീക്വലാണ്. അതിനുശേഷം വരുന്ന 2ാം ഭാഗമാണ്. സ്വാഭാവികമായും മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മികച്ച നടൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും മികച്ച സിനിമയല്ല, മറിച്ച് ഒരു സ്റ്റാർ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നരസിംഹത്തിന് ശേഷം അദ്ദേഹത്തെ ഇത്രമാത്രം ഒരു സ്റ്റാർഡത്തിലേക്ക് എടുത്തു പ്രതിഷ്ഠിച്ച ഒരു സിനിമയാണ് ലൂസിഫർ 1ാം ഭാഗം. സ്വാഭാവികമായും അതിന്റെ 2ാം ഭാഗം ഇറങ്ങുമ്പോൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ആ തിരക്കഥ വായിക്കുക എന്നുള്ളത് മോഹൻലാൽ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 2, ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് പലരും മാറി വന്നു എങ്കിലും ബേസിക്കലി ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഇൻ ഫ്ലോർ ആന്റണി പെരുമ്പാവൂരാണ്. അദ്ദേഹം മോഹൻലാലിന്റെ സന്തത സഹചാരിയാണ്. മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഈച്ച അനങ്ങിയാൽ പോലും ആന്റണി അറിയും എന്നുള്ള കിംവദന്തി മലയാള സിനിമാ ലോകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായും ആന്റണി പെരുമ്പാവൂർ ആ സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ആ സ്ക്രിപ്റ്റ്, ഈ ടോട്ടൽ സ്ക്രിപ്റ്റിന്റെ ഒരു 25% വരും. ആദ്യത്തെ ഒരു 10-15 സീൻ 20 മിനിറ്റോളം നീണ്ടുപോകുന്ന ഗോദ്ര കലാപവും ഗുജറാത്ത് റയോട്ടുമായി ബന്ധപ്പെട്ട സീൻ. അപ്പൊ മോഹൻലാൽ കണ്ടില്ല അല്ലെങ്കിൽ മോഹൻലാൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. 2, സംഘപരിവാരം അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത്. ഞാൻ സംഘപരിവാരം എന്ന് മാത്രമേ പറയൂ. ഹിന്ദു എന്ന് പറഞ്ഞ് അതിന്റെ മൊത്തം അപ്പസ്തലനാവാൻ ആരും ശ്രമിക്കുന്ന. അതുകൊണ്ടാണ് RV ബാബു ഇത് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിരഭിപ്രായം അതിനോട് ചേർത്ത് വെച്ചത്. നോക്കൂ, സംഘപരിവാരത്തിന് 2 പേരോടാണ് പ്രശ്നം. ബേസിക്കലി പ്രശ്നം ഉണ്ടാവുന്നത് മുരളി ഗോപിയോടാണ്. കാരണം അദ്ദേഹമാണല്ലോ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ടിയാൻ എന്ന് പറയുന്ന ഒരു സിനിമ എഴുതി ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന ദൈവ വിശ്വാസ കച്ചവടത്തിനെതിരെ വലിയ രീതിയിൽ അദ്ദേഹം പ്രശ്നമുണ്ടാക്കിയ ആളാണ്. അന്നൊന്നും അദ്ദേഹത്തോട് പ്രശ്നമില്ല. മുരളി ഗോപിക്കെതിരെ യാതൊരു പ്രശ്നമില്ല. ഈ ബേസിക്കലി പ്രശ്നം ഉണ്ടാവുന്നത് അദ്ദേഹത്തിനെതിരാണ്. പക്ഷേ ഇവർക്ക് പ്രശ്നം 2 പേരോടാണ്. ഒന്ന് മോഹൻലാലിനെതിരെ. എന്തുകൊണ്ടാണ്? മോഹൻലാൽ ഇവരുടെ ആളാണ് എന്ന് ഇവർ വിശ്വസിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ ആരുടെ ആളല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഇവരുടെ ആളാണ് എന്ന് ഇവർ വിശ്വസിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷൻ. അത് ഈ സംഘപരിവാർ സംഘടനയായ ഇവരുടെ എന്താണ് ഈ ഒരു
വിശ്വഭാരതി, സേവാഭാരതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സേവാഭാരതി നല്ലത് ഏതാ നല്ലതെന്ന് പറയണം, അവർ ചെയ്യുന്നു. അപ്പൊ ഇവർ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ലീഡർഷിപ്പ് വിചാരിച്ചിരുന്നത്, ഈ മോഹൻലാൽ നമ്മുടെ ആളാണ്. അപ്പൊ മോഹൻലാൽ നമ്മുടെ ആളായ മോഹൻലാൽ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഇവർ നെഞ്ചത്തടുത്ത് വിലപിക്കുകയാണ്. അതിൽ ചിലർ മോഹൻലാലിനെതിരെ കല്ലെറിയാൻ മുതിരുകയാണ്. പക്ഷെ ആ കല്ലെറിയുന്നത് ബൂമറാങ്ങായി ഇവർക്കെതിരെ രണ്ടായി വരും എന്ന ബോധ്യം ഇവർക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. രണ്ട്, കുറെ കാലങ്ങളായി ഇവർ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം യാതൊരു മടിയും കൂടാതെ സംസാരിക്കാൻ ആർജവമുള്ള ശ്രീ പൃഥ്വിരാജിനെയാണ്. അപ്പൊ പൃഥ്വിരാജിനെ കടന്നാക്രമിക്കാൻ കിട്ടിയ ഒരു അവസരം ഇവരെടുത്ത് ഉപയോഗിക്കുന്നത്. ദീപിക പദുക്കോണിനെ ആക്രമിക്കാൻ പോയിട്ട് എന്താണ് കിട്ടിയതെന്ന് ഇവർക്ക് അറിയാമല്ലോ. അപ്പൊ ഇവിടെ നിന്നും ഇത് തന്നെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കേരളം പോലെ ഇത്രമാത്രം ഒരു മതേതര മനസ്സുള്ള, കേരളം പോലെ ഇത്രമാത്രം സംഘവിരുദ്ധ മനസ്സുള്ള, വർഗീയ വിരുദ്ധ നിലപാടുള്ള ഒരു മണ്ണിൽ നിന്ന് മോഹൻലാലിന് ഇപ്പം എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാഹുൽ എത്ര അതിനെ മാറ്റി പറഞ്ഞാലും ഒരു മാപ്പ് പറയേണ്ടി വന്നെങ്കിൽ അത് വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ്. അത് മാപ്പ് പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറയരുത്. ഖേദപ്രകടനമല്ലേ നടത്തിയത്? മാപ്പ് പറഞ്ഞില്ലല്ലോ, അങ്ങനെയല്ലല്ലോ. നമ്മൾ മര്യാദ കാണിക്കും. ലാലേട്ടനല്ലേ, നമ്മൾ ആ മര്യാദ കാണിക്കണ്ടേ? തീർച്ചയായും ശ്രീ രാഹുൽ അങ്ങനെയാണെങ്കിൽ പോലും അതുപോലും പറയേണ്ട കാര്യമില്ല. കാര്യം 10% മാത്രം ബാധിച്ച ഒരു വിഷയത്തിൽ ദീപിക പദുക്കോണിന്റെ അടുത്ത നിലപാട് നമ്മൾ കണ്ടാണല്ലോ. അങ്ങനെ ഒരു നിലപാടെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സ്ക്രിപ്റ്റ് കണ്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ പറ്റില്ല. രണ്ട്, എന്തിനാണ് കട്ട് ചെയ്യുന്നത് നോക്ക്. ഗോത്ര കലമം അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നത് പോലെ ഏകപക്ഷീയമായ ഒരു സിനിമ, ശ്രീ രാഹുലും RV ബാബുവും പറഞ്ഞ പോലെ ഏകപക്ഷീയമായ ഒരു സിനിമയല്ല. സ്വാഭാവികമായും ഷെയ്ഖ് മസൂദ് തീവ്രവാദ ക്യാമ്പിൽ പോകുന്നതും അവിടെ ഇന്ത്യ വിരുദ്ധമായി തീവ്രവാദികൾ സംസാരിക്കുന്നതും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. നോക്കൂ, കോൺഗ്രസിനെതിരെ എത്രയോ വലിയ വിമർശനമാണ് ഈ സിനിമ അയച്ചുവിടുന്നത്. നിങ്ങൾ അത് കാണുന്നില്ലേ? ഞങ്ങൾ ഒരു നെപ്പോട്ടിക് പാർട്ടിയാണെന്നും ആ പാർട്ടിയിൽ നിന്ന് ഒരാൾ ED കണ്ട് ഭയപ്പെട്ട് BJPക്കൊപ്പം വരുന്നതൊക്കെ കാണിക്കുന്നില്ലേ? ഞങ്ങൾ നാളെ തൊട്ട് ഇതാ KPCC അങ്ങ് തീരുമാനിക്കുകയാണ്, ഇതങ്ങ് ബഹിഷ്കരിച്ച് കളഞ്ഞേക്കാം എന്ന് ഞങ്ങൾ എന്തുകൊണ്ടാണ് തീരുമാനിക്കാത്തത്? അപ്പൊ ആ പ്രശ്നമില്ല. മൂന്ന്, നിങ്ങൾ പറയുന്ന പല സിനിമകൾ പോലെ നാട്ടിൽ നടന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ 3 എന്നുള്ളത് 30,000 കാണിക്കുന്ന എക്സാഗ്രേഷൻ അല്ല ഈ സിനിമ. 2002 നടന്ന ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് ഗുജറാത്ത് കലാപം അല്ലേ, ഗോത്ര കലാപം അല്ലേ? രണ്ടും ഞാൻ പറയുകയാണ്. സ്വാഭാവികമായും അപ്പോ അല്ല വസന്ത, അപ്പൊ ഈ ഖേദപ്രകടനം, മാപ്പ് എന്നുള്ളൊരു വാക്കിലാണ് രാഹുൽ നിൽക്കുന്നത്. അതിന് ആ മാപ്പിലും താഴെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വിമർശനം എന്നുള്ളത് കൊണ്ട് ആ വാക്കിൽ നിന്ന് ഞാൻ പിന്മാറുന്നില്ല. പക്ഷേ ശരി, അത് ഖേദപ്രകടനമാണെങ്കിൽ അത് എന്തുകൊണ്ട് മോഹൻലാൽ നടത്തി? അതിന് പിറകിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, ഇതൊരു ജനങ്ങളുടെ പ്രതിഷേധം കണ്ട് ഞങ്ങൾ മോഹൻലാൽ മാറിയെന്നാണ് RV ബാബു പറയുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു അത്തരത്തിൽ. നെവർ അപർണ, അതിന്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അങ്ങ് തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പങ്കുവെച്ച ഒരു വലിയ ആശങ്കയുണ്ട്. എന്താണ്? പൃഥ്വിരാജിനെതിരെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കല്ല, അദ്ദേഹത്തെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയാണ്. നാളെ NIA അല്ലെങ്കിൽ നാളെ ED അദ്ദേഹത്തെ കയറി പരിശോധിക്കാനുള്ള ഒരു മാസ്ക്, ഒരു നിഴൽ സൃഷ്ടിക്കുകയാണ് ഇവർ. നോക്കൂ, ഗോകുലം ഗോപാലൻ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തെ പറ്റി നമുക്ക് അഭിമാനമാണുള്ളത്. എനിക്കുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്ര നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവുന്നു, നല്ല കാര്യമല്ലേ? പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നാളെ ഒരു ED റെയ്ഡ് ഉണ്ടായാൽ അദ്ദേഹത്തിന് ഈ സിനിമ കൊണ്ട് മാത്രം കഞ്ഞി കുടിക്കുന്ന ആളല്ല അദ്ദേഹം. ഈ സിനിമ മാത്രമല്ല അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം. ഒരുപാട് ബിസിനസ് ഉണ്ട്, അതിനെ മുഴുവൻ അങ്ങ് ബാധിക്കും. വസന്ത്, ഞാൻ തിരികെ എത്താം. ശ്രീ RV ബാബുവിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട്. ഇതിന്റെ മറുപടി പറയാൻ അദ്ദേഹം രാഹുൽ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ പോലും ശ്രീ RV ബാബു, രണ്ട് വിഷയമാണ്. ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ എന്ന് താങ്കൾ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നതിലെ എല്ലാ പാർട്ടി കോൺഗ്രസുകാരെ പരിഹസിക്കുന്നു, CPM-കാരെ, ഇടതുപക്ഷക്കാരെ അത്രയേറെ കളിയാക്കുന്നു ഈ സിനിമയ്ക്കകത്ത്. ഒപ്പം ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കാണിക്കുന്നു, ഇസ്ലാം അനുകൂല സംഘടനകളെ വിമർശിക്കുന്നു. ഇതെല്ലാം അതിനകത്തുണ്ടല്ലോ. എന്നിട്ടും ആകപ്പാടെ പ്രതിഷേധവുമായിട്ട് വരുന്നത് സംഘപരിവാർ മാത്രമാണല്ലോ എന്നുള്ളൊരു ചോദ്യം ഒരു വശത്തുണ്ട്. ഒപ്പം രണ്ടാമത്തെ ചോദ്യം, എല്ലാ മുഖ്യമന്ത്രിമാർ പോലും പിൻവാങ്ങുന്ന ED എന്ന് പറയുന്ന ഒരു വാള് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പിന്നെ സിനിമാക്കാർ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. മറുപടി. നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് എത്രയോ ഫിലിമുകൾ ഇറങ്ങി. അവിടെ ഒന്നും ED ചെന്നിട്ടില്ല, ED ഒരു ബഹളം ഉണ്ടാക്കിയിട്ടുമില്ല. ഇവിടെ തീർച്ചയായിട്ടും ശരിയാണ്, മോഹൻലാൽ എന്ന് പറയുന്നത് അദ്ദേഹം RSSന്റെ ആളാണെന്ന് എവിടെയും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. രാഹുൽ അങ്ങനെ പറയുന്നുണ്ട്, അത് രാഹുലിന്റെ വിശ്വാസമാണ്. ഞങ്ങളാരും മോഹൻലാൽ RSSകാരനാണെന്നോ RSSന്റെ ആളാണെന്നോ സംഘപരിവാർ വക്താവാണെന്നോ പറഞ്ഞിട്ടില്ല. മറിച്ച് മോഹൻലാൽ ഒരു നാഷണലിസ്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ അഭിനയിക്കുന്ന സിനിമ ഏതെങ്കിലും മതത്തോടോ ജാതിയോടോ മതവിഭാഗങ്ങളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടോ വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായ ഒരു സിനിമ ഇറങ്ങിയതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ അത് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സിനിമയോട്, മോഹൻലാൽ അഭിനയിക്കുന്ന ഈ സിനിമയോടുള്ള ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുണ്ട്. രണ്ട്, ഇവിടെ ഇപ്പൊ നേരത്തെ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ വാതോരാതെയുള്ള വാറോലകൾ ഇങ്ങനെ എഴുതി പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ആരാണ് പറയുന്നത്? CPM. ഏതിനെ കുറിച്ചാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം. TP 51 ലെഫ്റ്റ് റൈറ്റും ഒക്കെ പല സിനിമാ കോട്ടകളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചതിന്റെ ചരിത്രം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത്. കുറച്ച് നാളുകൾക്ക് മുമ്പാ. അറിയാമോ CPM-ന്റെ സഖാവിന് മാറുച്ചാപ്പി എന്നുള്ളത്? 30 വർഷം ബംഗാൾ ഭരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും അല്ല, 80,000-ഓളം പൊളിറ്റിക്കൽ മർഡേഴ്സ് CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിയെന്നാണ് കണക്ക്. 80,000-ഓളം. അങ്ങനെയുള്ള വംശഹത്യ, കൂട്ടഹത്യകള്, പോലെ നന്ദിഗ്രാമിനെ പോലെ കൂട്ടഹത്യകൾ നടത്തിയിട്ടുള്ള ചരിത്രം പറയുന്ന എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്താണ് അടിസ്ഥാനം? അടിസ്ഥാനം എന്ന് പറയൂ. ഞാൻ അടിസ്ഥാനം പറയരുത്. അല്ല, അടിസ്ഥാനം പറയൂ. നിങ്ങൾ വെറുതെ കള്ളം പറയല്ലേ? നിങ്ങളെ സ്ഥിരം പരിപാടിയായി കള്ളം പറയുന്നത്. ഏത് കോടതി? കൊലക്കുറ്റം ചുമത്തി. ഏത് കോടതി? ആർക്കെതിരെ? നേതാക്കളല്ലേ ഇപ്പോ കോടതി കൊലക്കുറ്റം ചുമത്തി പേര് പറയൂ. വിളിച്ച ജയിലിലേക്ക് ബംഗാളിലാണ് നിങ്ങൾ പറഞ്ഞത്. ആരുടെ പേരാ? ഏത് നേതാവിന്റെ പേരാ? 80,000 പേരെ കൊലപ്പെടുത്തിയ നിങ്ങൾ ഏത് നുണ ഫാക്ടറിയിൽ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? പച്ചക്കള്ളം പറഞ്ഞാൽ ഇടപെടേണ്ടി വരും. പച്ചക്കള്ളം പറയുന്നത് ഏത് നേതാവ്? ഏത് നേതാവ്? നിങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് പറയൂ. 80,000 പേരെ ബംഗാളിൽ കൊലപ്പെടുത്തി CPM എന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ആധികാരികമായി നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ബംഗാളിന്റെ ചരിത്രം നോക്കുന്നേ. അത് ഏതാ ബംഗാളിന്റെ ചരിത്രം? ഏതാണ്? അതെ, 80,000 പേരെ കൊലപ്പെടുത്തിയ CPM-ന്റെ ചരിത്രം ഒന്ന് പറയാം. ആ പറയാതെ പോകാൻ കഴിയില്ല. നിങ്ങൾ എവിടെയാണ് പറയൂ. ബംഗാളിലെ നടന്ന പൊളിറ്റിക്കൽ മർഡർ, 80,000 പേരെ CPM കൊലപ്പെടുത്തി എന്നതിന്റെ അടിസ്ഥാനം എന്താണ്? കലാപങ്ങളിൽ. ഏത് കലാപം? ബംഗാളിൽ നടന്ന കലാപേത? 30 വർഷം കൊണ്ട് ബംഗാളിൽ നടന്ന കലാപേത? 30 വർഷം കൊണ്ട് കൊലപ്പെടുത്തിയ സംഖ്യയാണ്. 30 വർഷം കൊണ്ട് 80,000 പേരെയോ? നിങ്ങൾ ഏത് വിടുവായുത്തരമാണ് പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? എന്ത് പച്ച കള്ളാണ് വിളിച്ചു പറയുന്നത്? എത്ര വർഷം എത്ര പേരെ കൊലപ്പെടുത്തി? ആരെ കൊലപ്പെടുത്തി? ആരെ പേര്? നിങ്ങൾ പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറ, നിങ്ങൾക്ക് പറയാനുള്ള മൊത്തം പറ. എന്താണ്? ഇങ്ങനെയാണോ? 80,000 പേരെ കൊലപ്പെടുത്തിയോ 30 വർഷം? എന്ത് പച്ചക്കള്ളം പറഞ്ഞാൽ പിന്നെ ഇടപെടില്ലേ? പച്ചക്കള്ളം പറഞ്ഞാൽ പിന്നെ ഇടപെടില്ലേ? നിങ്ങൾ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും. പച്ചക്കള്ളം പറഞ്ഞാൽ അത് പിൻവലിക്കണം. ഒന്നുകിൽ അത് പിൻവലിക്കണം, അല്ലെങ്കിൽ അതിന്റെ വസ്തുത പറയാം. നിങ്ങൾ സ്റ്റാലിൻ കേട്ടോ? ഇനിയിപ്പോ സ്റ്റാലിനെത്തി, ബംഗാളിൽ നിന്ന് പോയി, ഇനി സ്റ്റാലിനെത്തി, ഇനി വേറെ എവിടെ പോകാനുണ്ടോ? ലാറ്റിൻ അമേരിക്ക പോകാനുണ്ടോ? ലാറ്റിൻ അമേരിക്ക പോകാനുണ്ടോ? മാവോസെത്തുങ്ങിനടുത്തേക്ക് പോകാനുണ്ടോ? വേറെ എവിടെയും പോകാനുണ്ടോ? ഇതൊക്കെ കുറെ കേട്ടു ആശാനെ, ഇതൊക്കെ കുറെ കേട്ടു. പച്ച കള്ളം ഇങ്ങനെ വിളിച്ചു പറയല്ലേ? ബംഗാൾ വിട്ടല്ലോ. അതിന്റെ ചരിത്രമൊന്നും പറയണ്ട. ശരി, മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ മലയാളികൾ കാണുന്നുണ്ട്. പൊളിറ്റിക്കൽ മർഡേഴ്സ് ആണ്, പൊളിറ്റിക്കൽ മർഡേഴ്സിന്റെ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ചരിത്രമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾക്കൊരു ചരിത്രമില്ല. ഈ പറഞ്ഞതുപോലെ ചരിത്രത്തോട് ഒരു മമതയുമില്ല നമുക്കറിയാം കേട്ടോ. നിങ്ങൾ ഈ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ വിഷമാണ് RSS. നിങ്ങൾ ഈ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ വിഷമാണ്. എപ്പോൾ നിങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തനം ഇല്ലാതാവുന്നു, അന്ന് ഈ രാജ്യം രക്ഷപ്പെടും. നിങ്ങൾ ഈ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ ക്ഷതമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ തിരിച്ചറിഞ്ഞു. രാജ്യവിരോധത്തിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റു. ആ ചരിത്രമൊക്കെ നമ്മൾ പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യമല്ല. നിങ്ങൾ ബംഗാളിൽ പോയി സ്റ്റാലിനെ കണ്ടു, എല്ലാവരെയും പോയി. നിങ്ങൾക്ക് ഒരു സത്യവും പറയാനില്ല. പുറത്താക്കിയെന്തിനായിരുന്നു? പാട്ട് കേൾക്കാൻ കഴിയില്ല, ലേഖനങ്ങൾ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളാണ്. ശ്രീ ആർ വി ബാബുവിന് പോകാനും സമയമായിരിക്കുന്നു. അത് മറ്റൊരു തരത്തിലേക്ക് ഞാൻ ഗുരുകുലത്തിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒറ്റുകൊടുത്ത ആളുകളാണ് RSS കേട്ടോ. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒറ്റുകൊടുത്ത
ഒറ്റുകൊടുത്തവരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ യഥാർത്ഥ രാജ്യവിരുദ്ധരാണ് നിങ്ങൾ. ഓക്കെ, റൈറ്റ്, ശരി ശരി, ഓക്കെ. ആർ വി ബാബു ഏതായാലും അദ്ദേഹം പോകണം. ഞാൻ വിനു കിരിയത്തിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ശ്രീ വിനു കിരിയത്ത്, എവിടെ തിരിഞ്ഞാലും വിമർശനം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ മോഹൻലാൽ, പ്രത്യേകിച്ച് പൃഥ്വിരാജിനേക്കാൾ കൂടുതൽ മോഹൻലാലിന്റെ കാര്യം പറയട്ടെ. പൃഥ്വിരാജ് അല്ലെങ്കിലും ഈ ഒരു വശത്ത് നിൽക്കുന്നു, പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ ചലച്ചിത്ര പ്രവർത്തകരുണ്ടെന്ന് അമ്മ മല്ലിക സുകുമാരന്റെ ഫേസ്ബുക്ക് പ്രസ്താവന ഈ മിനിറ്റിൽ വന്നിരിക്കുന്നു. ഖേദപ്രകടനത്തിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ വിമർശനം നടത്തുന്ന വലിയൊരു സാഹചര്യമുണ്ട്. ഒരു സിനിമയുടെ പ്രവർത്തകർ ഏത് തരത്തിലാണ് ആക്രമിക്കപ്പെടുന്നത്? അമ്മ, ഫെഫ്ക മുതലായ സിനിമാ സംഘടനകളൊക്കെ ഉണ്ടോ, ചത്തോ, ജീവിച്ചോ? സിനിമാ രംഗത്തുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്ത്? അമ്മയും ഫെഫ്കയൊക്കെ ചത്തു കഴിഞ്ഞാൽ ആദ്യം റീത്തും കൊണ്ട് അവർനെയൊക്കെ വരണം. അതവിടെ നിൽക്കട്ടെ. അവരുടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ചാനൽ ചർച്ചയിൽ അമ്മ ഫെഫ്കയൊക്കെ ചത്തോ എന്ന് ചോദിച്ചാൽ എന്റെ വലിയ സുഹൃത്താണ് അപർണ. നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ മോഹൻലാല് ക്ഷമാപണം നടത്തി. നോക്കൂ, തെറ്റ് ചെയ്യുന്നവനാണ് സോറി പറയുന്നത്, ഇല്ലേ? നമ്മളൊരാളെ അറിയാതെ പോകുമ്പോൾ ചവിട്ടിയാൽ സോറി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്കൊരു തെറ്റ് പറ്റി, അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഈ വിഷയങ്ങളെല്ലാം ഇത്രയും ചർച്ച ചെയ്യുന്നത് നിങ്ങളെ പോലുള്ളവർക്ക് ഒരു ആവശ്യമാണ്. പിന്നെ ഇവിടെ ആരോ ഒരാൾ, എനിക്ക് ആരെന്നൊന്നും അറിയില്ല, ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്, ഞങ്ങൾ ഈ സിനിമ റോഡുകളിൽ മുഴുവൻ പ്രദർശിപ്പിക്കും. അദ്ദേഹം ഇടതുപക്ഷമാണെങ്കിൽ റോഡിന് ഇടതുവശം മാത്രമല്ല വലതുവശവും ഉണ്ട്. ഞങ്ങൾക്കും കാണിക്കാൻ ഒരുപാട് സിനിമകളുണ്ട്. ഗുജറാത്ത് കലാപത്തിന്റെ ഏതായിക്കോട്ടെ, ഏത് ഞങ്ങൾക്ക് കാണിക്കാനും കാശ്മീർ പടങ്ങളുണ്ട്. അത്തരം ഭീഷണികളൊക്കെ അവിടെ നിൽക്കട്ടെ. ക്ഷമ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ഒരാൾ സംസാരിക്കുമ്പോൾ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് വസ്തുതാവിരുദ്ധമായ കാര്യം വന്നപ്പോൾ ചൂണ്ടിക്കാണിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇടപെടില്ല. വളരെ സത്യസന്ധമായി ഈ ചർച്ച ഇന്നാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ഒരു സിനിമയിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ 4 വശത്തും ഡാമുകളുണ്ട്, അത് പൊട്ടിച്ചാൽ ഈ നാട് നശിച്ചു പോകുന്നു പറഞ്ഞ എന്ത് സന്ദേശമാണിത്? നിങ്ങൾ തന്നെ ആലോചിച്ചു. ഇതൊരു മെസ്സേജ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ കേരളം നശിപ്പിക്കാൻ 4 ഡാം, അത് രാഹുൽ ഈശ്വർ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇതാണോ ഒരു സിനിമ ചെയ്യേണ്ടത്? പിന്നെ ഞാനൊന്നും അല്ല, ശ്രീ വിനു കിരിയത്ത്, ഞാൻ താങ്കളോട് ഈ സിനിമ കൊടുക്കുന്ന ശ്രീ വിനു കിരിയത്ത്, ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഇത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ശരിയല്ലാത്ത സന്ദേശം കൊടുത്ത ഒരുപാട് സിനിമകളുണ്ട്. ഈ മിനിറ്റിൽ പറയുന്നത് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ഭീകരരുടെ സംയോജിത രൂപം പൃഥ്വിരാജ് മനഃപൂർവ്വം കൊണ്ടുവന്നു, ഭീകരവാദികളുടെ ഫണ്ട് വാങ്ങിച്ചു എന്ന് നിങ്ങളുടെ സിനിമാ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ ഒരു വലിയ ആക്രമണത്തിലേക്ക് തള്ളിയിടുമ്പോൾ സിനിമാ ഇൻഡസ്ട്രി ഇതിനകത്തൊപ്പം നിൽക്കണ്ടേ? അവർക്കൊപ്പം നിൽക്കണ്ടേ? ഈ സിനിമാ പ്രവർത്തകർക്കൊപ്പം നിൽക്കണ്ടേ? അല്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് മറ്റൊരു പ്രതിഷേധമാണ്. ഇതിനകത്ത് ഒരുമിച്ച് നിൽക്കേണ്ട, മോഹൻലാലിനും പൃഥ്വിരാജിനും സപ്പോർട്ട് കൊടുക്കേണ്ട സിനിമാ സംഘടനകൾ എവിടെ? സിനിമാ പ്രവർത്തകർ എവിടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കൂ, നിങ്ങളെല്ലാം ഈ സംഘപരിവാർ എന്ന് പറയാതെ, രാജ്യസ്നേഹമുള്ളവർ രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ചാൽ പ്രതികരിക്കും. അതിന് മോഹൻലാൽ അല്ല, മമ്മൂട്ടി ആയാലും ആരായാലും പ്രതികരിക്കും. അതിനെന്താ തെറ്റ്? അതെല്ലാം ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ല രാജ്യസ്നേഹമുള്ള എല്ലാ മതസ്ഥരുമുള്ള ഒരു നാടാണ് നമ്മുടേത്. പ്രതികരിക്കും. നമുക്ക് കഥ മെനയാം. നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ എഴുതിയിട്ടുണ്ട്, കഥ മെനയുന്നതാണ്. പക്ഷെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന മെനയാൻ പാടില്ല. കാരണം അത് പുതുതലമുറയ്ക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്നുള്ളൂ നമ്മുടെ ചോദ്യം. നല്ല രീതിയിൽ ഇപ്പൊ എന്തുകൊണ്ട് സോറി പറഞ്ഞു എന്ന് വെച്ചാൽ തെറ്റ് പറ്റിയെന്ന് തന്നെയാണ്. അത് അന്തസ്, അതും പറയാം, അത് അന്തസ്. രാഹുൽ പറഞ്ഞ പോലെ അദ്ദേഹം സോറി പറഞ്ഞെങ്കിൽ ഒരു തെറ്റും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാറിന് യോജിച്ച വാക്കല്ല. ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് അറിഞ്ഞില്ല, ഷൂട്ടിംഗ് സമയത്ത് അറിഞ്ഞില്ല, സംവിധായകൻ അറിഞ്ഞില്ല, അപ്പൊ ആരെ പ്രേക്ഷകൻ മാത്രമാണ് അറിഞ്ഞത്. ഇതാരുടെയൊക്കെ അറിവോടുകൂടി തന്നെ ആയിരുന്നു. ഇത് വേണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പൊ അവർക്കും തോന്നിക്കാണും. പിന്നെ 17 സീൻ കട്ട് ചെയ്തു, 17 കുറെ ഡയലോഗ്സ് മ്യൂട്ട് ചെയ്തെങ്കിൽ അത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ വിജയം എന്ന് വിശ്വസിക്കുന്നത്. അല്ല, ശ്രീ വിനു കിരിയത്ത്, ഇത് മേജർ രവി ഒരു പ്രസ്താവന ഇറക്കിയത് പിറകിൽ ആരോ ഉണ്ടായിരുന്നു. ഇത് വേണ്ടായിരുന്നു മേജർ രവി, പൃഥ്വിരാജിനെ ബലിയാടാക്കുകയാണെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റൊരു വിഷയം കൂടിയാണ് പറയുന്നത്. രാഷ്ട്രീയക്കാരുടെ പ്രതിഷേധം നടക്കുമ്പോൾ ഇപ്പുറത്ത് മറ്റൊരു വിഷയം കത്തുന്നുണ്ട്. അത് ഇനി അങ്ങോട്ടാണ് വരിക. അപർണ, ഇതേ ന്യൂസ് 18ലും ബാക്കി ചാനലുകളിലും ഞാൻ ആദ്യമേ പറഞ്ഞു, പൃഥ്വിരാജിനെ മാത്രം ബ്ലെയിം ചെയ്യരുത്, അത് തെറ്റാണ്. ഒരു സിനിമയിൽ ഒരു സംവിധായകൻ മാത്രമല്ല, പ്രശസ്തരായ ഒരു ഹീറോ, പ്രശസ്തരായ പ്രൊഡ്യൂസർ, പ്രശസ്തരായ ബാക്കി കോ ആർട്ടിസ്റ്റുകള്, ഡിസ്ട്രിബ്യൂട്ടർ, ഇതെല്ലാവരും കൂടെ ചേരുമ്പോൾ എന്തിനാണ് പൃഥ്വിരാജിനെ മാത്രം അതിന് രാജപ്പ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്? ഭയങ്കര എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഈ സിനിമയിൽ ഇത് ചെയ്ത. പക്ഷെ ഞാൻ വീണ്ടും അന്നും പറഞ്ഞു, ഈ സിനിമയെ നിങ്ങളാരും
ബാൻ ചെയ്യാൻ പാടില്ല. നോക്കൂ, ഇവിടെ സംഘപരിവാർ നിങ്ങൾ പറയില്ല, ഏത് തിയേറ്ററിൽ പോയിട്ട് അവർ തീ വെച്ചത്? എവിടെയെങ്കിലും പോയി ബഹളം വെച്ചോ? അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം സംഘപരിവാറാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്താണ് തെറ്റ്. എനിക്ക് വേണമെങ്കിൽ ഏത് പേരിലും ഏത് രീതിയിലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ പലതും പറയാം, ഇല്ലേ? ഇങ്ങനെ ആയിരുന്നു ഇവിടെ സിനിമ? ഇങ്ങനെ ആയിരുന്നു നസീർ സാറിന്റെ കാലത്തും സത്യം മാസ്റ്ററുടെ കാലത്തും ഒക്കെ ഇവിടെ നടന്നിരുന്നത്? എത്ര മധു സാർ ഉൾപ്പെടെ 3 മതസ്ഥരും സിനിമയുടെ. അപ്പൊ ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്നതിനകത്ത് ദയവ് ചെയ്ത് കലാകാരന്മാർ വീഴരുത്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. മോഹൻലാൽ ഇങ്ങനെ സോറി പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തെ അഭിനന്ദിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഞാൻ എതിർത്തതാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഞാൻ നേരത്തെ അങ്ങനെ 2 സംഘടനകൾ ചത്തോ എന്ന് ചോദിച്ചത് അങ്ങേയറ്റം പരിഹാസത്തിൽ തന്നെയാണ്. അതിലൊരു ഒരു പ്രയാസം കൂടിയുണ്ട്. കാരണം നേരത്തെ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയിരുന്നു, ഇമേഴ്സൽ സിനിമ വന്ന സമയത്ത് തമിഴ് സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ് ആ വിജയ്ക്കൊപ്പം നിന്നത്, ആ സിനിമയ്ക്കൊപ്പം നിന്നത്. അതൊരു കലയുടെ സംരക്ഷണമാണ്, കലയുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്തുണ മലയാള സിനിമാ സംഘടനകളിൽ നിന്നോ താരങ്ങളിൽ നിന്നോ മറ്റാരിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ട ഈ വിഷയത്തിനകത്ത്, അല്ലേ? അപർണ വീണ്ടും ഞാൻ പറയുകയാണ്, ചത്തു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ ഒരു സന്തോഷ വാർത്തയല്ല. നമുക്കെല്ലാം ഒരു ദിവസം ഒരു മരണമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കും. ആ പോയിന്റിനോട് ഞാൻ ഇപ്പോഴും അതിശക്തമായിട്ട് എതിർക്കുന്നു. കാശ്മീരി ഫയൽസിന്റെ റൈറ്റ്സ് ഞാൻ ന്യൂസ് 18 ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാം. നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ? ശ്രീ വിനുകരത്ത്, ഞാൻ ചോദിക്കുന്ന പോയിന്റ് താങ്കൾക്ക് ക്ലിയർ ആവുന്നില്ല. തങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഒരാൾക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ, ഇൻഡസ്ട്രിയിലെ കുറച്ചുപേരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് ഒന്നും പറയാനില്ലേ? ഒരു പിന്തുണയും കൊടുക്കാനില്ലേ എന്നാണ്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും മതമുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് അവരെ വഴിക്ക് വിടൂ. ഈ ചാനലുകാർ കയറി തമ്മിൽ അടിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. ഈ സിനിമയുടെ പ്രശ്നമുണ്ടെങ്കിൽ അത് മോഹൻലാൽ മാപ്പ് പറഞ്ഞു. 250 കോടി മുടക്കിയ ഒരു ഗോകുലം ഗോപാലിന്റെ വിഷമവും ഞാൻ ഇന്നലെ പച്ചയ്ക്ക് പറഞ്ഞു. നിങ്ങൾ ശേഷം തിങ്കളാഴ്ച തൊട്ട് പടം കാണണമെന്ന് പറഞ്ഞപ്പോ എന്നെ ചീത്ത വിളിച്ചവരും ഉണ്ട്. അദ്ദേഹം ഒരു പക്ഷെ അറിഞ്ഞു. അദ്ദേഹം നമുക്കറിയാലോ, വേറൊരു ലൈക്കാന്ന് പറയുന്ന കമ്പനി എന്നൊക്കെ മാറി ഗോകുലം ഗോപാലിനെ എടുത്താണ്. അദ്ദേഹം പൈസ പോകുന്നവർക്ക് അതിന്റെ വിഷമം അറിയാം. എന്ത് ഇൻഡസ്ട്രിയാണ് ഈ മോഹൻലാൽ? ഞാൻ ചോദിക്കട്ടെ, മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു വാങ്ങണമെന്നടക്കമുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. എമ്പുരാനെ കത്തിച്ചുകൊണ്ടാണ് ഹനുമാൻ സേനയുടെ പ്രതിഷേധം നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ വല്ലാത്തൊരു തരം വികാരം പുറത്തേക്ക് വെക്കുന്ന, അതിനൊപ്പം നിൽക്കുന്നോ? ആ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുകയാണോ? ആ പ്രതിഷേധത്തിന് അവകാശം ഉണ്ടെന്നാണോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജോലിയാണ്. മോഹൻലാൽ കേണൽ പദവി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് പോലെയുള്ള പ്രോഗ്രാം ചെയ്യരുതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാണ്. വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള പരസ്യം ചെയ്യരുതെന്ന് പറഞ്ഞവനാണ് ഞാൻ. നിങ്ങൾ രജനീകാന്തിനെ കമലഹാസനെ ഏതെങ്കിലും പരസ്യത്തിൽ കണ്ടിട്ടുണ്ടോ? അപ്പൊ കുറച്ച് ഒരു കേണൽ അല്ലെങ്കിൽ ഖാദിയുടെ അംബാസിഡറൊക്കെ ആയിരുന്ന ആൾ കുറച്ച് മാന്യത രാജ്യത്തോട് കാണിക്കുന്നത് പറഞ്ഞ ഒരേ ഒരു സിനിമക്കാർ എനിക്കത് പ്രശ്നമല്ല. ഞാനത് പറയും. എന്താ തെറ്റെന്ന് പറയും നിങ്ങള്? വൈകിട്ട് എന്താ പരിപാടി സുരേഷ് ഗോപിയെ കൊണ്ട് സിനിമയുടെ തുടക്കത്തിൽ സുരേഷ് ഗോപിക്ക് നന്ദി എഴുതി കാണിക്കുന്നുണ്ട്. അതുകൂടി ഒഴിവാക്കാൻ പറയോ? ഈ ബാബ ബജറംഗി എന്നുള്ള മാറ്റിയിട്ട് നീ വല്ലോ ഡോറ ബുജി എന്നാക്കിയാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ? മമ്മൂട്ടിയുടെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അസാസിനേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി ഒരു പടം, അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി ഒരു പടം ചെയ്യൂ നിങ്ങൾ. അല്ലല്ല, ഈ സിനിമയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളെ വിമർശിക്കുന്നില്ലേ? ഈ സിനിമയിൽ എത്രയോ വലിയ വിമർശനമാണ് ഞങ്ങൾക്കെതിരെ ഉള്ളത്. ഈ വിമർശിക്കുന്ന മുഴുവൻ നിങ്ങൾ സംഘപരിവാർ എന്ന് പറയാതിരുന്നാൽ മതി. ഞാൻ ആദ്യം ഒരു ചർച്ചയിൽ പറയുന്നുള്ളൂ. മോഹൻലാൽ ഭാരതത്തിന്റെ അല്ലെങ്കിൽ മലയാളിയുടെ സ്വത്താണ്. അതിന് മുഴുവൻ സംഘപരിവാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇത്ര സ്നേഹം മോഹൻലാലിനോട്? ഇപ്പോഴും സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. എന്താ മമ്മൂട്ടി എന്തേ? മമ്മൂട്ടിക്കെതിരെ സംഘപരിവാരം സോഷ്യൽ മീഡിയയിൽ ആക്രമണം അഴിച്ചുവിട്ടൊരു കാലത്ത് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മോഹൻലാൽ. അയാളെ ഒരു കടന്നൽ കൂട്ടം സംഘപരിവാരം ആക്രമിക്കുമ്പോ ഞാൻ വന്നതേ ഇത്തിരി താമസിച്ചിട്ടാണ്. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ആഴ്ച മോഹൻലാല് മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തപ്പോ എതിർത്തവരാണ് നിങ്ങളൊക്കെ. അന്ന് ഞാൻ മമ്മൂട്ടിയെ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തതാണ്. ശരി ഇതെവിടെ രാഹുൽ ഒറ്റക്കാര്? രാഹുൽ, മലയാള സിനിമയിലെ കൂട്ടയുടെ വേറെ വിഷയമാണ്. മോഹൻലാൽ പെട്ടു എന്നുള്ളതാണോ സത്യം? ഈ തരത്തിലാണെങ്കിൽ ഈ പിന്തുണ ഇടതുപക്ഷവും കോൺഗ്രസും മാത്രം
നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള ഈ തരത്തിലാണ് സ്ഥിതിയെങ്കിൽ പിന്നെ ഖേദപ്രകടനം നടത്താതെ എന്ത് ചെയ്യും? അല്ല, അങ്ങനെയല്ല. ശ്രീ വിനു കിരിയത്ത് പറഞ്ഞതുപോലെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്. നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അതായത് ഇപ്പൊ തമിഴിന്റെയോ തെലുങ്കിന്റെയോ ഒന്നും വലിപ്പമൊന്നുമില്ല. എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സമുദായമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിനൊക്കെ അപ്പുറത്തുള്ള പെരുമാറ്റമാണ് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് അറിഞ്ഞൂടെ, ശ്രീ സുരേഷ് ഗോപി BJPയുടെ MP ആണ്. എന്നാൽ സുരേഷ് ഗോപിക്ക് പേഴ്സണലി ശരിക്കും മോഹൻലാലിനെ കാട്ടി കുറെ കൂടെ അടുപ്പല്ല മറ്റേ മമ്മൂക്കയായിട്ടായിരുന്നു ഏറ്റവും പേഴ്സണലി സിനിമാ രംഗത്തുള്ളവർക്ക് അറിയാം. എന്നാൽ ലാലേട്ടൻ അതേപോലെ ഇച്ചാക്കാന്നാണ് പറയുന്നത്. നേരത്തെ വിനു കിരിയത്ത് സാർ പറഞ്ഞതുപോലെ ശബരിമലയിൽ പോയി പൂജ പോലും കഴിക്കുന്ന രീതി എല്ലാവർക്കും ഇടയിൽ ഒരു ഇഴയെടുപ്പമുണ്ട്, ഒരു ആത്മബന്ധമുണ്ട്. അപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അതായത് റെസ്പോൺസിബിൾ ആയ ലീഡേഴ്സ് ഒന്നുമല്ല ഒരുപാട് പേര് വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം ചീത്ത വിളിക്കുമ്പോൾ ഇപ്പം മല്ലികാ സുകുമാരൻ മാഡത്തിന് പറ്റിയെന്താ? ഒരു അമ്മയുടെ വേദനയല്ലേ? അപ്പം പറയുന്ന പോലുമില്ല എന്താ പറഞ്ഞത് അവരുടെ വീട്ടുകാരെ കുറിച്ച്, കല്യാണത്തെ കുറിച്ച് എല്ലാം ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ അവർക്ക് വേദനയും വിഷമവും ഉണ്ടാകില്ലേ? അപ്പൊ അവിടെയാണ് ഇതിനെ എതിർക്കുന്നവർ. ഇപ്പൊ എനിക്ക് പൃഥ്വിരാജിന്റെ സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ ശക്തമായി പൃഥ്വിരാജിന്റെ നിലപാടിനെ ആക്രമിക്കും, പൃഥ്വിരാജിന്റെ വീട്ടുകാരെ അല്ല. മോഹൻലാലിന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ മോഹൻലാൽ സാറിന്റെ നിലപാടിനെ ആക്രമിക്കണം, മോഹൻലാൽ സാറിനെ അല്ല. ഇപ്പൊ എനിക്ക് വേദന തോന്നുന്നത് ലാലേട്ടൻ കാലാപാനിയിലെ ഒരു രംഗം ചെയ്തത് ഇപ്പം പല ആൾക്കാരും എടുത്തിടുന്നുണ്ട്. ലാലേട്ടനാണ് 45 വർഷമായി നമ്മുടെ കൂടെ നിൽക്കുകയും മറ്റും ചെയ്ത ഈ ലാലേട്ടനെ ആ ഒരു സാധനം ഇടുന്നത് നമ്മുടെ മര്യാദകേടാണ്. അത് ഇത് പിൻവാങ്ങണം. ഫൈനൽ 10 സെക്കൻഡ് കഴിഞ്ഞു സമയം. അല്ല, ഞാൻ പറഞ്ഞത് ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരുടെ ബാബു ബജറങ്കി മാറ്റി ഡോറ ബുജിന്നാക്കണം. അതോടുകൂടി ഇവരുടെ പ്രശ്നം തീരും. 2, രാഹുൽ പറയുന്ന പോലെ അത്ര നിസ്സാരമല്ല. മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാനടനെ കടന്നിട്ട് ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി വരുന്നത് അദ്ദേഹത്തിനും പൃഥ്വിരാജിനും പിന്തുണയുമായി വരുന്നത് മല്ലികാ സുകുമാരൻ മാത്രമാണെങ്കിൽ മലയാള സിനിമയുടെ മൗനം അത് കുറ്റകരമാണ്, ആ വിഷയം കൂടിയാണ് ഇത് മാക്കി വെക്കുന്നത്. ഏതായാലും മുരളി ഗോപി ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് പോലുമില്ല. എന്താണ് ഉണ്ടാകാൻ പോകുന്ന അറിയില്ല. L3 ഏത് തരത്തിൽ വരും എന്നറിയുകയില്ല. കേരള രാഷ്ട്രീയത്തിലെ വിവാദം മല്ലിക സുകുമാരന്റെ പരാമർശത്തോടുകൂടി ഒരു ബോംബായി ഇനി മലയാള സിനിമയിൽ പൊട്ടുമോ എന്ന് കൂടി അറിയണം. എമ്പുരാനിൽ മോഹൻലാൽ മാപ്പ് പറഞ്ഞത് ശരിയെന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ 45% പ്രേക്ഷകർ ശരിയെന്നും 50% പ്രേക്ഷകർ അല്ല എന്നുള്ള നിലപാടും എടുത്തിരിക്കുന്നു. വളരെയധികം നന്ദി. PS സഞ്ജീവ്, രാഹുൽ ഈശ്വർ, വസന്ത് മള്ളി, ശ്രീ വിനു കിരിയത്ത്, ഒപ്പം RV ബാബു ചർച്ചയിൽ പങ്കെടുക്കാൻ പൂർണ്ണമാകുന്നു.